Hallelujah. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഇരിക്കരുത്. നമ്മൾ കുറച്ചു നേരം ഈശോയെ ഒന്ന് സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്താനായിട്ട് പോവുകയാണ്. നിങ്ങൾ മടുപ്പുണ്ടോ? ഉണ്ടോ? വലതര ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഇത് മടുപ്പിന്റെ സമയമല്ല, ഇത് അനുഗ്രഹത്തിന്റെ സമയമാണ്. ഇത് മടുപ്പിന്റെ സമയമല്ല, ഇത് അഭിഷേകത്തിന്റെ സമയമാണ്. ഇത് മടുപ്പിന്റെ സമയമല്ല, ഇത് വിടുതലിന്റെ സമയമാണ്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ തിരുസന്നിധിയിലായിരിക്കുന്ന നിമിഷങ്ങൾ ഏറെ അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങളാണ്. കാരണം അനേക വർഷങ്ങൾക്ക് മുന്നേ മരണത്തെ മുഖാഭിമുഖം കണ്ട് കിടക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഈശോയെ ഒരിക്കൽ കൂടി അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ, അങ്ങയുടെ വചനത്തെ കരങ്ങളിലെടുത്ത് ആയിരങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് പകർന്നു കൊടുക്കുവാൻ ഈ ദാസന് ഒരിക്കൽ കൂടി അവസരം തരണമേ എന്ന് പ്രാർത്ഥിച്ചതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഈശോയുടെ വചനം നിങ്ങൾക്ക് തരുവാൻ എന്നെ ഈശോ ശക്തിപ്പെടുത്തിയത്. വലത്തെ ഉയർത്തി പറഞ്ഞാട്ടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യത്തിന് വേണ്ടി മാത്രം നിങ്ങൾ പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. നമ്മൾ ബൈബിൾ തുറന്ന് നോക്കുമ്പോൾ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട് പ്രിയപ്പെട്ടവരെ. എവിടെയെല്ലാം ദൈവജനം ഒന്നു ചേർന്ന് ദൈവത്തെ ആരാധിച്ച് സ്തുതിച്ചിട്ടുണ്ടോ, മഹത്വപ്പെടുത്തിയിട്ടുണ്ടോ, അവിടെയെല്ലാം വലിയ ദൈവിക സാന്നിധ്യം കടന്നു വന്നിട്ടുണ്ട്. പുറപ്പാടിൻ്റെ പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വചനം. പുറപ്പാട് 20:24. എൻ്റെ നാമം അനുസ്മരിക്കാൻ ഞാൻ ഇടവരുന്നിടത്തെല്ലാം ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വന്ന് ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. എൻ്റെ നാമം അനുസ്മരിക്കാൻ ഞാൻ ഇടവരുന്നിടത്തെല്ലാം ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും. ആ വചനത്തിൻ്റെ ആ 2-ാമത്തെ പാട്ട് നമുക്കൊന്ന് ചേർന്ന് വായിച്ചു നോക്കിയാലോ? എൻ്റെ നാമം അനുസ്മരിക്കാൻ ഞാൻ ഇടവരുന്നിടത്തെല്ലാം ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും. പ്രിയപ്പെട്ടവരെ, ഇന്ന് ദൈവത്തിൻ്റെ നാമത്തിൽ നമ്മളിവിടെ ഒന്നിച്ചു കൂടിയിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്നൊരു വാഗ്ദാനമാണ്, അവൻ നമ്മുടെ അടുക്കലേക്ക് വന്ന് നമ്മളെ അനുഗ്രഹിക്കും. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 20-ാം തിരുവചനം. 2-3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ ഞാൻ അവരുടെ എവിടെ ഉണ്ടായിരിക്കും? മധ്യേ ഉണ്ടായിരിക്കും. പ്രിയപ്പെട്ടവരെ, 2-3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ ഞാൻ അവരുടെ മധ്യേ ഉണ്ടായിരിക്കും. എന്ന് വെച്ചാൽ നമ്മുടെ മധ്യയിൽ ഇപ്പോൾ ആരാ ഉള്ളേ? അവർക്ക് പറഞ്ഞ ആരാ ഉള്ളേ? ഈശോ ഉണ്ട്. വിശ്വസിക്കണം പ്രിയപ്പെട്ടവരെ, ജീവിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നമ്മൾ നിൽക്കുക. തലയൊന്ന് കുമ്പിട്ട് നമുക്ക് ആ ദിവ്യകാരുണ്യ ഈശോ എന്ന് ആരാധിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ചെന്ന് പ്രാർത്ഥിച്ചേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നിങ്ങളുടെ കണ്ണുനീരും വേദനയും തകർച്ചയും എല്ലാം ഈ സക്രാരിയിലേക്ക് ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക്. പ്രിയപ്പെട്ടവരെ, ഇങ്ങോട്ട് നോക്കിക്കേ. അപ്പസ്തോല പ്രവർത്തനം അതിൻ്റെ 4-ാമത്തെ അധ്യായം അതിൻ്റെ 30-31 തിരുവചനങ്ങൾ. അവിടെ ബഹുമാനപ്പെട്ട അച്ഛൻ ഇന്ന് രാവിലെ ആ വചനം പറഞ്ഞു. അപ്പസ്തോല പ്രവർത്തനം 4-ാം അധ്യായം 30-31 തിരുവചനങ്ങൾ. അവിടെ ശിഷ്യന്മാർ ഒന്നിച്ചുകൂടി പ്രാർത്ഥിക്കുന്ന ഒരു രംഗമാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ബോർഡിൽ വായിക്കാൻ പറ്റും, നമുക്കൊന്ന് ചേർന്ന് വായിക്കാം. എല്ലാവരും ചേർന്ന് വായിക്കാമോ? അവിടുത്തെ പരിശുദ്ധദാസനായ യേശുവിൻ്റെ നാമത്തിൽ രോഗശാന്തിയും അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കൈകൾ നീട്ടണമേ. അവിടുത്തെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസംഗിക്കാൻ ഈ ദാസരെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ സമ്മേളിച്ചിരുന്ന സ്ഥലം കുലുങ്ങി. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി ദൈവവചനം ധൈര്യപൂർവ്വം പ്രസംഗിച്ചു. അപ്പൊ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ച പ്രിയപ്പെട്ടവരെ? അവർ സമ്മേളിച്ചിരുന്ന സ്ഥലം കുലുങ്ങി. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി ദൈവവചനം ധൈര്യപൂർവ്വം പ്രസംഗിച്ചു. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞുവെന്ന് അപ്പോസ്തല പ്രവർത്തനം 4-ാം അധ്യായം 31-ാമത്തെ വചനം പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു മനസ്സോടെ ഇന്ന് നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളിൽ ഓരോരുത്തരിലും ദൈവത്തിന്റെ ആത്മാവ് വന്ന് നിറയും. വിശ്വസിക്കുന്നവർ വലതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ താത്തിടാം. അപ്പോസ്തല പ്രവർത്തനം അതിൻ്റെ 1-ാമത്തെ അധ്യായം അതിൻ്റെ 14-ാമത്തെ തിരുവചനം. ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 1 വേഴ്സസ് 14. പ്രിയപ്പെട്ടവരെ, അവിടെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ശിഷ്യന്മാർ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ചൊരു വചനം എഴുതി വെച്ചിട്ടുണ്ട്. അവർ ഏക മനസ്സോടെ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും അവൻ്റെ ശിഷ്യന്മാരോടും സഹോദരന്മാരോടും മറ്റു സ്ത്രീകളോടുമൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു.
നിങ്ങൾക്ക് ബോർഡിൽ വായിക്കാം. അവർ ഏക മനസ്സോടെ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടും അവൻ്റെ സഹോദരന്മാരോടും ഒപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. ഇങ്ങോട്ട് നോക്കിയേ പ്രിയപ്പെട്ടവരെ, നിങ്ങളെ കൊണ്ടത് വായിപ്പിക്കുന്നത് എന്താണെന്നറിയാമോ? ഓരോ ദൈവവചനവും നമ്മൾ പറയുമ്പോൾ, നമ്മളത് വായിക്കുമ്പോൾ, നമ്മളത് കേൾക്കുമ്പോൾ, അതനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടതായിട്ട് മാറും. കാരണം യോഹന്നാന്റെ സുവിശേഷം 1:1 വചനം പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവം തന്നെയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം തന്നെയായ വചനത്തെ നമ്മൾ വായിക്കുമ്പോൾ അത് നമ്മുടെ ഹൃദയത്തിലേക്ക് അത് പതിക്കും. അത് നമ്മുടെ ജീവിതങ്ങളിൽ വലിയ അനുഗ്രഹമായിട്ട് മാറും. അപ്പോൾ അപ്പോസ്തല പ്രവർത്തനം 1:14 പറയുകയാണ്, അവർ ഒന്നിച്ചു പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവർ, അങ്ങനെ ഒന്നിച്ചു പ്രാർത്ഥിച്ചപ്പോഴാണ് പന്തക്കുസ്താ ദിനത്തിൽ സ്ലീഹന്മാർ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞത്. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബം എവിടെയുണ്ടോ, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടായ്മ എവിടെയുണ്ടോ, അവിടെ പരിശുദ്ധാത്മാവ് നിറയും. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ നോക്കിയ പ്രിയപ്പെട്ടവരെ, പഴയ നിയമത്തില് 1 സാമുവേൽ പ്രവാചകന്റെ 1-ാമത്തെ പുസ്തകത്തില് ഇസ്രായേലിന്റെ ആദ്യത്തെ രാജാവായിട്ട് സാവൂൾ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ദൈവത്തിന്റെ ആത്മാവ് അഭിഷേകം ചെയ്യുന്ന ഒരു ഭാഗമുണ്ട്. 1 സാമുവേൽ അതിന്റെ 9-10 അധ്യായങ്ങൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, അവിടെ സാമുവേൽ പ്രവാചകൻ ഈ ആദ്യത്തെ രാജാവായിട്ട് വരാൻ പോകുന്ന സാവൂളിനെ അഭിഷേകം ചെയ്ത് രാജാവാക്കി. എന്നിട്ട് ഈ പ്രവാചകൻ ഒരു കാര്യം പറഞ്ഞു, നീ നിന്റെ വീട്ടിലേക്ക് തിരിച്ചു പോകണം. പോകുന്ന വഴി ഗിബയ എന്ന് പറയുന്ന സ്ഥലത്ത് നീ എത്തും. അവിടെ എത്തുമ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് പ്രൊഫറ്റ്സ്, ഒരു കൂട്ടം പ്രവാചകന്മാരെ നീ കാണും. നീയും അവരോടൊത്ത് ചേരുക. നീ അവരോടൊത്ത് ചേർന്ന് കഴിയുമ്പോൾ, ആ ഗ്രൂപ്പിൽ നീ പങ്കാളിയായി കഴിയുമ്പോൾ, നീ അവരോടൊത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കഴിയുമ്പോൾ നിന്റെ മേൽ പരിശുദ്ധാത്മാവ് വ്യാപരിക്കുമെന്ന് പറഞ്ഞ് ഇവനെ വീട്ടിലേക്ക് പറഞ്ഞയക്കുക. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആദ്യത്തെ ഇസ്രായേലിന്റെ രാജാവായ സാവൂള് ഈ സ്ഥാനാരോഹണ ചടങ്ങെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോവുക. അപ്പോൾ പോകുന്ന വഴിക്ക് ഗിബയ എന്ന് പറയുന്ന സ്ഥലത്തെത്തി. അവിടെ എത്തിയപ്പോൾ വാദ്യമേളങ്ങളോടെ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് ഒരു പ്രവാചകഗണം മലയിറങ്ങി വരുന്നത് അവൻ കണ്ടു. പ്രിയപ്പെട്ടവരെ, ഇങ്ങോട്ട് നോക്കിക്കേ, ഇവൻ ഇവരോട് ചേർന്നു. ഉടൻ തന്നെ ദൈവത്തിന്റെ ആത്മാവ് സാവൂളിന്റെ മേൽ ആവസിച്ചു. അവനും അവരോടൊത്ത് പ്രവചിക്കാൻ തുടങ്ങി. പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങളുടെ കുടുംബങ്ങളിൽ, നിങ്ങളുടെ ദേശത്ത്, നിങ്ങളുടെ ഇടവകയിൽ പ്രവചിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 2 കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചാട്ടെ. പ്രിയപ്പെട്ടവരെ, ഒരു കൂട്ടായ്മയിൽ ഒരു ദൈവ പൈതൽ, ഒരു കുടുംബം കണ്ണുനീരോടെ ഒന്നിച്ച് ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തുന്ന നിമിഷങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് നിന്റെ പ്രശ്നങ്ങളെ ഏറ്റെടുക്കുന്ന നിമിഷങ്ങളാണ്. 2 കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി കണ്ണുകളെ അടയ്ക്കുക. ഇടത്തും വലതും നിൽക്കുന്നവർ എന്ത് ചിന്തിക്കും, അവരെന്താണ് പ്രാർത്ഥിക്കുന്നത് എന്നൊന്നും ഇപ്പോൾ നോക്കേണ്ട സമയമല്ല. ജീവിക്കുന്ന ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന സമയമാണ് ഇത്. സൗഖ്യത്തിന്റെ സമയമാണ് ഇത്. വിടുതലിന്റെ സമയം, ഇത് അഭിഷേകത്തിന്റെ സമയമാണ്. ഓരോ ദൈവ പൈതലും ഇപ്പോൾ കണ്ണുനീരോടെ പരിശുദ്ധാത്മാവിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചാട്ടെ. നിന്റെ സഹനങ്ങൾ, നിന്റെ വേദനകൾ, നിന്റെ രോഗങ്ങൾ, നിന്റെ തകർച്ചകൾ, നിന്റെ കണ്ണുനീര്, വർക്ക് പെർമിറ്റ് ഇല്ലാത്ത അവസ്ഥകൾ, COS കിട്ടാത്ത അവസ്ഥകൾ, ജോലി മേഖലകളിലെ പ്രശ്നങ്ങൾ, മാതാപിതാക്കന്മാരെ ഓർത്ത് വേദനിക്കുന്നവരുണ്ടെങ്കിൽ, കുഞ്ഞുങ്ങളെ ഓർത്ത് വേദനിക്കുന്നവരുണ്ടെങ്കിൽ, ഒരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ, അനേക വർഷങ്ങളായിട്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ദമ്പതികളുണ്ടെങ്കിൽ ഇപ്പോൾ പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് ജീവിതങ്ങളെ ഏറ്റെടുക്കുന്ന സമയമാണ്. പരിശുദ്ധാത്മാവ് കുടുംബങ്ങളെ ഏറ്റെടുക്കുന്ന സമയമാണ്. പരിശുദ്ധാത്മാവ് വിടുതൽ തരുന്ന സമയമാണ്. പരിശുദ്ധാത്മാവ് സൗഖ്യം തരുന്ന സമയമാണ്. പരിശുദ്ധാത്മാവ് കെട്ടുകൾ പൊട്ടിക്കുന്ന സമയമാണ്. ബന്ധനങ്ങൾ അഴിക്കുന്ന സമയമാണ്. മദ്യപാന ആസക്തിക്ക് അടിപ്പെട്ടവരുണ്ടെങ്കിൽ ഇപ്പോൾ പ്രാർത്ഥിക്കണം. ലൈംഗിക പാപങ്ങൾക്ക് അടിപ്പെട്ടവരുണ്ടെങ്കിൽ ഇപ്പോൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കാൻ സാധിക്കാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ കണ്ണുനീരോടെ 2 കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി എല്ലാവരും ചേർന്ന് കുടുംബമായിട്ട് ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ കണ്ണുനീരും വേദനയും എല്ലാം സമർപ്പിച്ചൊന്ന് സ്തുതിച്ചേ. കുടുംബത്തെ സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. കുഞ്ഞുമക്കളെ, തലമുറകളെ, രോഗത്തിന്റെ അവസ്ഥകളെ സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. മടുപ്പ് കൂടാതെ ഉച്ചസ്വരത്തിൽ കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടി സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. കൃപ വ്യാപരിക്കട്ടെ, അഭിഷേകം വ്യാപരിക്കട്ടെ, വലിയ ഉണർവ് വ്യാപരിക്കട്ടെ. കുടുംബങ്ങളിൽ നിന്നും യേശു നാമത്തിൽ ഇപ്പോൾ തിന്മകൾ വിട്ടുമാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, കരങ്ങളടിച്ച് ചേർന്ന് പാടി പ്രാർത്ഥിച്ചേ. മഴ പോലെ പെയ്തിറങ്ങി വാ, സ്വർഗീയതയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ,
ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയേ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മനദിയായൊഴുകി എന്നിൽ നിന്നു വാ, ആത്മശക്തിയായൊഴുകി എന്നിൽ നിന്നു വാ, ആത്മനദിയായൊഴുകി എന്നിൽ നിന്നു വാ, ആത്മശക്തിയായൊഴുകി എന്നിൽ നിന്നു വാ, മഴ പോലെ പെയ്തിറങ്ങി 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 വാ. അപ്പോസ്തല പ്രവർത്തനം അതിന്റെ 2-ാമത്തെ അധ്യായം 1 മുതൽ 5 വരെയുള്ള തിരുവചനങ്ങൾ. പെന്തക്കോസ്താ ദിനത്തിൽ സ്ലീഹന്മാർ പരിശുദ്ധാത്മാവോട് ചേർന്ന് പ്രാർത്ഥിച്ചിരുന്നപ്പോൾ ഈ നാവുകളായി അവരുടെ ഓരോരുത്തരുടെയും മേൽ പരിശുദ്ധാത്മാവ് കടന്നു വന്നു. ആത്മാവ് കൊടുത്ത ഭാഷകളുടെ വരവനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ഇന്ന് കുടുംബങ്ങളിൽ ഭാര്യ പറയുന്നത് ഭർത്താവിന് മനസ്സിലാകുന്നില്ല, ഭാര്യ പറയുന്നത് അല്ലെ ഭർത്താവ് പറയുന്നത് ഭാര്യയ്ക്ക് മനസ്സിലാകുന്നില്ല. ഇത് ഭാഷ ഭിന്നിച്ചിരിക്കുന്ന അവസ്ഥയുണ്ടെങ്കിൽ ഇപ്പോൾ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ കുടുംബത്തില് പരിശുദ്ധാത്മാവ് ഒരു ഭാഷ തരുന്ന സമയമാണ്. കരങ്ങളടിച്ച് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. പെന്തക്കോസ്ത് നാളെ, പെന്തക്കോസ്ത് നാളിലെ മാളിക മുറി അഗ്നി നാവിനാൽ മുഴുവൻ നിറച്ചവനെ, പെന്തക്കോസ്ത് നാളിലെ മാളിക മുറി അഗ്നി നാവിനാൽ മുഴുവൻ നിറച്ചവനെ, അഗ്നിജ്വാല പോൽ തിളർന്നിറങ്ങി വാ, കൊടുങ്കാറ്റുപോലെ വീശി എന്നിൽ വാ, അഗ്നിജ്വാല പോൽ തിളർന്നിറങ്ങി വാ, കൊടുങ്കാറ്റുപോലെ മഴ പോലെ പെയ്തിറങ്ങി വാ, 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 പെയ്തിറങ്ങി വാ, പെയ്തിറങ്ങി വാ, ബാലകുമാരോട് ചേർന്ന് വിശുദ്ധന്മാരോട് ചേർന്ന് രക്തസാക്ഷികളോട് ചേർന്ന് വൈദിക കൂട്ടായ്മയോട് ചേർന്ന് സഹോദരങ്ങളോട് ചേർന്ന് പാടി പ്രാർത്ഥിച്ചേ. കരങ്ങൾ ഉയർത്തി 2 കരങ്ങളെ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഭാഷാപരമുള്ളവർ ഭാഷാപരത്തിൽ സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചേ. തലമുറകളെ സമർപ്പിച്ചെന്ന് പ്രാർത്ഥിച്ചേ. വിശ്വാസത്തിൽ നിന്നും അകന്നുപോയ ഏതെങ്കിലും കുഞ്ഞുങ്ങളെ നിങ്ങളുടെ കുടുംബങ്ങളിലുണ്ടെങ്കിൽ ഇതാ വിശ്വാസത്തിന്റെ അഭിഷേകം അനേക കുടുംബങ്ങളിലേക്ക് ഇപ്പോൾ പരിശുദ്ധാത്മാവ് തരുന്ന സമയമാണ്. 2 കരങ്ങളും ഉയർത്തി കണ്ണുനീരോടെ ഈ ശുശ്രൂഷയുടെ ആരംഭത്തിൽ തന്നെ പരിശുദ്ധാത്മാവ് അനേക കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്ന സമയമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. കുടുംബങ്ങളെ ഇപ്പോൾ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുമക്കളെ ഇപ്പോൾ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യുവതി യുവാക്കൾ ഇപ്പോൾ അനുഗ്രഹിക്കപ്പെടട്ടെ. മാതാപിതാക്കന്മാർ ഇപ്പോൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ജോലി മേഖലകളിലെ അടഞ്ഞ വാതിലുകൾ ഇതാ പരിശുദ്ധാത്മാവ് തുറക്കുന്ന സമയമാണ്. വിസയുടെ പ്രശ്നങ്ങൾ, COSന്റെ പ്രശ്നങ്ങൾ യേശുനാമത്തിൽ ഇപ്പോൾ അനേക വ്യക്തി ജീവിതങ്ങളിൽ നിന്നും ഇതാ ഈശോ എടുത്തു മാറ്റുന്ന സമയമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ആരാധന നമ്മുടെ ആയുധമാണ്. ആരാധന നമ്മുടെ ആയുധമാണ്. നിന്റെ കയ്യിൽ മറ്റൊരായുധവും ഇപ്പോൾ ഇല്ല. ആരാധനയാണ് എന്റെ ആയുധം, ആരാധനയാണ് നിന്റെ ആയുധം. അതുകൊണ്ട് 2 കരങ്ങളും ഉയർത്തി ഒരിക്കൽ കൂടി ഒന്ന് ആരാധിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. 2 കരങ്ങളും ഹൃദയത്തോട് ചേർത്ത് വെക്കുക. ഇപ്പോൾ ഓൺലൈനിൽ ഈ ശുശ്രൂഷ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സഹോദരി 1-2 പ്രാവശ്യം മിസ്കാരേജ് ആയി ഇപ്പോൾ കണ്ണുനീരോടെ ആ സഹോദരി പ്രാർത്ഥിക്കുന്നുണ്ട്. ആ സഹോദരി യേശു ഇപ്പോൾ അനുഗ്രഹിക്കുന്ന സമയമാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ നിയോഗങ്ങൾ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ പ്രാർത്ഥനകൾ, നിങ്ങളുടെ യാചനകൾ നിങ്ങളിപ്പോൾ പരിശുദ്ധമ്മയുടെ വിമല ഹൃദയത്തിലൂടെ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കുക. പരിശുദ്ധാത്മാവ് അനേകം പേരെ സ്പർശിക്കുന്ന സമയമാണ്. മദ്യപാനത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും മോചിതനായിട്ട് ഇനി എന്ത് ചെയ്യണം,
മുമ്പോട്ട് എങ്ങനെ നീങ്ങണമെന്ന് യാതൊരു ഐഡിയയും ഇല്ലാതിരിക്കുന്ന ഒരു സഹോദരനെ ഇപ്പോൾ പരിശുദ്ധാത്മാവ് അനുഗ്രഹിക്കുന്ന സമയമാണ്. മുമ്പോട്ടുള്ള വഴി കാണിച്ചു കൊടുക്കുന്ന സമയമാണ്. പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കുക. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലൂടെ നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ഈശോയുടെ കാര്യങ്ങളിലേക്ക് ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഹല്ലേലൂയ. എല്ലാവരും ഇങ്ങോട്ട് നോക്കിക്കേ പ്രിയപ്പെട്ടവരെ. ഇന്ന് ഈ വചന ശുശ്രൂഷയുടെ സമയത്ത് ഈശോ എൻ്റെ ജീവിതത്തിൽ ഇടപെടുമെന്ന് ഉറപ്പുള്ളവർ, നല്ല ഉറപ്പുള്ളവർ വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചേ. ഈ വചന ശുശ്രൂഷയുടെ സമയം പരിശുദ്ധാത്മാവ് എന്നെ തൊടും, എന്നെ സ്പർശിക്കും. എൻ്റെ ജീവിത നിയോഗങ്ങളുടെ മേൽ സ്വർഗത്തിന്റെ ഉന്നതമായ അഭിഷേകം പറന്നിറങ്ങുമെന്ന് നല്ല ഉറപ്പുള്ളവർ വലതുകരം ഉയർത്തിപ്പിടിച്ചാട്ടെ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 16-ാം തിരുവചനം. സായാഹ്നമായപ്പോൾ അവർ അനേകം പിശാച് ബാധിതരെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. എന്നിട്ട് വചനം പറയുകയാണ്, യേശു വചനം കൊണ്ട് അശുദ്ധാത്മാക്കളെ പുറത്താക്കി. അവൻ വചനം കൊണ്ട് എല്ലാ രോഗികളെയും സുഖപ്പെടുത്തി. പ്രിയപ്പെട്ടവരെ, ഇവിടെ വചനം പറയുകയാണ്, വചനം കൊണ്ട് അശുദ്ധാത്മാക്കളെ പുറത്താക്കി, വചനം കൊണ്ട് രോഗികളെ സുഖപ്പെടുത്തി. സങ്കീർത്തനം 107:20. അവിടുന്ന് വചനം അയച്ച് അവരെ സുഖപ്പെടുത്തി വിനാശത്തിൽ നിന്നും വിടുവിച്ചു. ഉയർത്തിപ്പിടിച്ച വലത്ത് കരത്തിൽ നിന്റെ നിയോഗത്തെ ഇപ്പോൾ സ്വർഗത്തിലേക്ക് കൊടുക്കുക. അതെത്ര കോംപ്ലിക്കേറ്റഡ് ആയിക്കോട്ടെ. മുമ്പേ അച്ഛൻ പറഞ്ഞല്ലോ, മനുഷ്യനാൽ അസാധ്യം എന്നാൽ ദൈവത്താൽ സാധ്യം. ലൂക്കായുടെ സുവിശേഷം 1:37. ദൈവത്തിനൊന്നും അസാധ്യമല്ല പ്രിയപ്പെട്ടവരെ. ഒരുപാട് അത്ഭുതങ്ങൾ കണ്ട കണ്ണുകളാണ് എൻ്റേത്. ഒരുപാട് കുടുംബങ്ങളിലേക്ക് ദൈവത്തിന്റെ ഇടപെടൽ കണ്ടതാണ് ഞങ്ങളുടെ എല്ലാം കണ്ണുകൾ പ്രിയപ്പെട്ടവരെ. ഇന്ന് നിങ്ങളുടെ ഓരോ കണ്ണുനീരും വിലപ്പെട്ടതാണ്. സങ്കീർത്തനം 56:8 വചനം പറയുന്നു, നിന്റെ അലച്ചിലുകൾ അവിടെ എണ്ണിയിട്ടുണ്ട്, നിന്റെ കണ്ണീർ കണങ്ങൾ അവിടെ നിന്ന് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്, ഒന്നുപോലും പാഴായി പോകില്ല പ്രിയപ്പെട്ടവരെ. വലതുകരം ഉയർത്തിപ്പിടിച്ച് ആ നിയോഗത്തെ ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കുക. ലൂക്കായുടെ സുവിശേഷം 3-ാം അധ്യായം. ജ്ഞാനസ്നാനം സ്വീകരിച്ച ശേഷം ഈശോ ചെയ്തൊരു കാര്യത്തെക്കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ 3 കാര്യങ്ങൾ സംഭവിച്ചു. ആകാശം, സ്വർഗം തുറക്കപ്പെട്ടു, പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ ഇറങ്ങി വന്നു. ഇവൻ എൻ്റെ പ്രിയപുത്രനാകുന്നു എന്ന് പിതാവായ ദൈവത്തിന്റെ ശബ്ദം കേട്ടു. പ്രിയപ്പെട്ടവരെ, ഈ 3 കാര്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക. സ്വർഗം തുറക്കപ്പെടുന്ന സമയം, പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്ന സമയം, പിതാവായ ദൈവം, ത്രിത്വിക ദൈവം സംസാരിക്കുന്ന സമയം. എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇങ്ങോട്ട് നോക്കിയേ. ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുന്നതുകൊണ്ട് നിങ്ങൾ പേടിച്ചിട്ടാണെന്ന് വിചാരിക്കരുത്. എനിക്കൊരു രോഗാവസ്ഥ ഉള്ളതുകൊണ്ട് എപ്പോഴും എൻ്റെ ത്രോട്ട് ഡ്രൈ ആയിപ്പോവും. അതുകൊണ്ടാണ് എപ്പോഴും വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ശ്രദ്ധിച്ചിരിക്കണം പ്രിയപ്പെട്ടവരെ. നമുക്ക് കുറച്ച് സമയമേ ഉള്ളൂ, അതുകൊണ്ട് കുറേയേറെ കാര്യങ്ങൾ നമുക്ക് കാണേണ്ടതുണ്ട്. ശ്രദ്ധിച്ചിരിക്കണേ. കുറേ വർഷങ്ങൾക്ക് മുന്നേ ഇംഗ്ലണ്ടിൽ നടന്ന ഒരു സംഭവം നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഒരു ബ്രിട്ടീഷ് കപ്പിള് അവർ വിവാഹം കഴിച്ചു. അപ്പോൾ അവർ രണ്ടുപേരും വലിയ ഭക്തരായിരുന്നു, ഒത്തിരി ഈശോയെ സ്നേഹിക്കുന്നവരായിരുന്നു, പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയോട് ഒരുപാട് ഭക്തിയുള്ളവരായിരുന്നു. അപ്പോൾ അവരങ്ങനെ വിവാഹം കഴിച്ച് അവർക്കൊരു വലിയ ആഗ്രഹമായിരുന്നു, ധാരാളം കുഞ്ഞുങ്ങൾ വേണം. അപ്പം അങ്ങനെ അവർ പ്രാർത്ഥിച്ചു, ഒരുങ്ങി പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുക. അപ്പം അങ്ങനെ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ വൈഫ് പ്രഗ്നൻ്റ് ആയി. അവർക്ക് ഭയങ്കര സന്തോഷമായി. ഈശോ അവരുടെ പ്രാർത്ഥന കേട്ട് ഒരു കുഞ്ഞിനെ കൊടുത്തല്ലോ. ആ സന്തോഷത്തിൽ നമുക്കൊന്ന് പങ്കുചേർന്നാലോ? വലതൊരു വൃത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ഒരു പോളിസി എന്നറിയോ, എൻ്റെ കുടുംബത്തിലല്ലെങ്കിൽ പിന്നെ എനിക്ക് അങ്ങനെ വലിയ സന്തോഷമൊന്നുമില്ല അല്ലേ. നമ്മുടെ ജനറൽ പോളിസി അങ്ങനെ അല്ലേ. അത് എൻ്റെ കുടുംബത്തിലാണെങ്കിൽ എനിക്ക് ഭയങ്കര 10 ഹല്ലേലൂയ പറയും, അല്ലെങ്കിൽ ഓ എന്ത് ഹല്ലേലൂയ അല്ലേ. പ്രിയപ്പെട്ടവരെ, എങ്ങനെയായാലും ഈ വൈഫ് പ്രഗ്നൻ്റ് ആയി. പക്ഷേ പ്രിയപ്പെട്ടവരെ, പ്രഗ്നൻ്റ് ആയ സമയം മുതൽ ഭയങ്കര കോംപ്ലിക്കേഷൻസ് ആരംഭിച്ചു. ഇപ്പോൾ ഡോക്ടേഴ്സിനെ പോയി കണ്ടു. ഇപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു, ഈ പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യുക, ചിലപ്പോൾ അല്പം ബുദ്ധിമുട്ടായിട്ട് വരും, നമുക്ക് നോക്കാം എങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നതെന്ന്. അങ്ങനെ അവർ 2 മാസമായി, 3 മാസമായി, 4 മാസമായി, അങ്ങനെ റെഗുലറായിട്ട് മെഡിക്കൽ ചെക്കപ്പ് എല്ലാം കഴിഞ്ഞ് മുമ്പോട്ട് പോവുക. അപ്പോൾ അങ്ങനെ ഏതായാലും 9-ാം മാസമായി, ഡെലിവറിയുടെ സമയമായപ്പോൾ ഡോക്ടർ പറഞ്ഞു, വലിയ റിസ്ക് ആണ്, ഇറ്റ് കുഡ് ഈവൻ ടേക്ക് ദ ലൈഫ് ഓഫ് ഐദർ മദർ ഓർ ദ ബേബി. അപ്പോൾ ഒരു പക്ഷേ അമ്മ അല്ലെങ്കിൽ കുഞ്ഞ്, അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഡെലിവറിയിലേക്ക് പോവുക. ഏതായാലും ദൈവത്തിൻ്റെ വലിയ കരുണയാൽ ആരോഗ്യമുള്ള ഒരു പെൺകുട്ടിയെ കൊടുത്ത് ഈ കപ്പിളിനെ ദൈവമായ കർത്താവ് അനുഗ്രഹിച്ചു. വലതുവൃത്തി പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ,
ഡോക്ടേഴ്സ് ഡെലിവറി എല്ലാം കഴിഞ്ഞ് ഡിസ്ചാർജ് ആയി പോകാൻ നേരത്തെ ഇവരോട് പറഞ്ഞു, ഇനി നിങ്ങൾക്ക് മെഡിക്കൽ സയൻസ് പറയുന്ന അനുസരിച്ച് നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാകാനുള്ള പോസിബിലിറ്റി വളരെ കുറവാണ്. കാരണം അതുപോലെ അനാറ്റമിക്കൽ മാൽഫോർമേഷൻസ് യൂട്രസിലുണ്ട്, ഫിസിയോളജിക്കൽ ഡിസ്ഫങ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി പ്രഗ്നൻ്റ് ആയെങ്കിൽ തന്നെ അത് നിങ്ങളുടെ ജീവിതത്തെ അത് സാരമായിട്ട് ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് പ്രഗ്നൻ്റ് ആകാനുള്ള യാതൊരു ചാൻസും ഇല്ല. അപ്പോൾ അങ്ങനെ ഇവർ തിരിച്ച് വീട്ടിലേക്ക് പോയി. ഡോക്ടർമാർ പറഞ്ഞതനുസരിച്ച് പിന്നെ ഇവർക്ക് കുഞ്ഞുങ്ങളുണ്ടായില്ല. കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞു പോയി. ഈ കുഞ്ഞ് വളർന്നു, 5-6 വയസ്സായി. അപ്പോൾ ഒരു 5-6 വയസ്സായപ്പോൾ ഈ കുഞ്ഞിനെയും കൊണ്ട് ഈ പേരൻസ് ഫ്രാൻസിലുള്ള ലൂർദിലേക്ക് കടന്നുപോയി. ലൂർദിൽ പോയിട്ടുള്ളവരൊന്ന് കരകർത്താവോ? ലൂർദിൽ പോയി അനേകം പേര് പോയിട്ടുണ്ട് അല്ലേ? പരിശുദ്ധ അമ്മ സെൻറ്റ് ബെർണഡിന് പ്രതീക്ഷപ്പെട്ട സ്ഥലം. അപ്പം അങ്ങനെ ലൂർദിൽ പോയി ഇവർ പ്രാർത്ഥിക്കുക. അപ്പം അങ്ങനെ ലൂർദിൽ ചെന്ന് താമസിച്ച് ബസിലിക്കയിലെല്ലാം പോയി പ്രാർത്ഥിച്ചിട്ട് വൈകുന്നേരം ഒരു ടോർച്ച് ലൈറ്റ് അല്ലെ, ഒരു ക്യാൻഡിൽ ലൈറ്റ് പ്രൊസഷൻ ഉണ്ടല്ലേ, പോയിട്ടുള്ളവരൊക്കെ പങ്കെടുത്തിട്ടുണ്ടാവും. 10,000 ചിലപ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ആ ടോർച്ച് ലൈറ്റ് പ്രൊസഷനിൽ പങ്കെടുക്കുക. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഈ പ്രൊസഷനിൽ ഈ 5-6 വയസ്സുള്ള ഈ മകളെയും കൂട്ടി ഈ പേരൻസ് അങ്ങനെ പ്രൊസഷനിൽ കൂടെ ആവേ മരിയ എന്നൊരു പാട്ടിൻ്റെ ഈരടികളൊക്കെ പാടി ജപമാലയൊക്കെ എത്തിച്ച് പ്രാർത്ഥിച്ച് മുമ്പോട്ട് പോവുക. അവിടെ പോയിട്ടുള്ളവർക്കറിയാം, ബസിലിക്കയുടെ മുമ്പിൽ നിന്നും ആരംഭിച്ച് അല്ലെ ഗ്രോട്ടൻ്റെ അവിടെ നിന്ന് ആരംഭിച്ചിട്ട് ഇത് കുറേ അങ്ങോട്ട് മുമ്പോട്ട് പോയി അവിടെ പരിശുദ്ധ അമ്മയുടെ വലിയൊരു സ്റ്റാച്യു ഉണ്ട്. അതിനെ ചുറ്റി തിരിച്ച് ബസിലിക്കയിലേക്ക് വരിക. പ്രിയപ്പെട്ടവരെ, അങ്ങേ അറ്റത്ത് ചെന്നപ്പോൾ അവിടെ പരിശുദ്ധ അമ്മയുടെ വലിയൊരു സ്റ്റാച്യു, ലൂർദിലെ സ്റ്റാച്യു നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ളതാണല്ലോ അല്ലേ? അവിടെ ചെന്നപ്പോൾ ഈ അമ്മ ഈ മോളോട് പറഞ്ഞു, മോളെ ഇതാണ് പരിശുദ്ധ അമ്മ, നിന്റെ മനസ്സിൽ എന്തെങ്കിലും ഒരു പ്രാർത്ഥനാ നിയോഗം ഉണ്ടെങ്കിൽ ഇപ്പോൾ പരിശുദ്ധ അമ്മയോട് പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ 5 വയസ്സുള്ള ഈ മോള് പെട്ടെന്ന് പരിശുദ്ധ അമ്മയുടെ സ്റ്റാച്യുവിലേക്ക് നോക്കിയിട്ട് നിറകണ്ണുകളോടെ ഇങ്ങനെ പറഞ്ഞു, അമ്മേ എൻ്റെ കൂട്ടുകാർക്കെല്ലാം കൂടെ കളിക്കാൻ അനിയന്മാരും അനിയത്തിമാരുമുണ്ട്, അമ്മേ എനിക്കൊരു അനിയനെ തരണം, എനിക്കൊരു അനിയത്തിയെ തരണം, ആരായാലും കുഴപ്പമില്ല. അപ്പോൾ കൊച്ചു കുഞ്ഞായതുകൊണ്ട് നിഷ്കളങ്കമായിട്ട് പറഞ്ഞതുകൊണ്ട് ഇച്ചിരി ഉറക്കെയായിപ്പോയി. അപ്പോൾ ഇത് കേട്ടു, അമ്മ കേട്ടു, അമ്മയും കരയുകയാണ്. കണ്ണുനീരോടെ ഇവർ ലൂർദിൽ പ്രാർത്ഥിച്ചിട്ട് ഇവർ തിരിച്ച് ഇവിടെ ഇംഗ്ലണ്ടിലെത്തി. പ്രിയപ്പെട്ടവരെ, ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ ലേഡി പ്രഗ്നൻ്റ് ആയി. അപ്പോൾ ഹസ്ബൻഡും വൈഫും പ്രാർത്ഥിക്കാനായിട്ട് ആരംഭിച്ചു. കാരണം ഓൾറെഡി ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട് ഇത് ഫാർ ടു കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പ്രിയപ്പെട്ടവരെ, അത്ഭുതം എന്ന് പറയട്ടെ, ആ പ്രഗ്നൻസി ഒരു കോംപ്ലിക്കേഷനും ഇല്ലാതെ ആ പ്രഗ്നൻസി പീരീഡ് കഴിഞ്ഞു പോയി. ആ ഡെലിവറി വളരെ സ്മൂത്ത് ആയിട്ട് കഴിഞ്ഞു. അവർക്കൊരു ആൺകുട്ടിയെ കൊടുത്ത് പരിശുദ്ധ അമ്മയുടെ വലിയ മധ്യസ്ഥതയാൽ ദൈവം അനുഗ്രഹിച്ചു. വലതുരുത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. തീർന്നില്ല പ്രിയപ്പെട്ടവരെ, തീർന്നില്ല. ഈ ആൺകുട്ടി ജനിച്ചതിന് ശേഷം 2 കുഞ്ഞുങ്ങളെയും കൂടെ കൊടുത്ത് കർത്താവ് ആ കപ്പിളിനെ അനുഗ്രഹിച്ചു. ഒന്ന് കരമടിച്ചു, ഒന്ന് ഈശോ എന്ന് മഹത്വപ്പെടുത്തിക്കേ. 4 കുഞ്ഞുങ്ങളെ കൊടുത്ത് കർത്താവ് ഈ കപ്പിളിനെ അനുഗ്രഹിച്ചു. തീർന്നില്ല പ്രിയപ്പെട്ടവരെ, അവിടെ കൊണ്ടും തീർന്നില്ല. ഈ ആൺകുട്ടി വളർന്നു വന്നു കഴിഞ്ഞപ്പോൾ അവനൊരു ആഗ്രഹം, ഒരു വൈദികനാകണമെന്നൊരാഗ്രഹം. അങ്ങനെ സെമിനാരിയിൽ ജോയിൻ ചെയ്ത് പഠിച്ചു. 31-ാമത്തെ വയസ്സിലൊരു അച്ഛനായി. ഈ അച്ഛൻ ഞങ്ങളുടെ പള്ളിയിൽ കഴിഞ്ഞ ആഴ്ച വന്നു. പ്രിയപ്പെട്ടവരെ, അൽത്താരയിൽ വന്ന് നിന്നിട്ട് അച്ഛൻ കണ്ണുനീരോടെ തൻ്റെ ടെസ്റ്റിമണി ഷെയർ ചെയ്തു. എപ്പോഴെന്നറിയാമോ? ജൂൺ മാസത്തിൽ ഞങ്ങളുടെ പള്ളിയിൽ 10 ദിവസം നിത്യസഹായ മാതാവിൻ്റെ നൊവേനയുണ്ട്. ഓരോ ദിവസവും ഓരോ അച്ഛന്മാരാണ് പള്ളിയിലേക്ക് വരിക. അപ്പം അങ്ങനെ 3-ാമത്തെ 4-ാമത്തെ ദിവസം വന്ന അച്ഛനാണ് ഫാദർ പീറ്റർ മോറിസ്. ഫാദർ പീറ്റർ മോറിസ് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും. നിങ്ങളിൽ പലരും ചിലപ്പോൾ അറിയുന്നതായിരിക്കും. ബർമിംഗ്ഹാമിലാണ് പഠിച്ചത്. ഇപ്പോൾ ലണ്ടനിലുള്ള ക്ലഫാം എന്ന് പറയുന്ന പാരിഷിൽ റിഡംഡ്രിസ്റ്റ് അച്ഛനാണ് ഫാദർ പീറ്റർ മോറിസ്. സ്കോട്ടിഷ് അച്ഛനാണ്. പ്രിയപ്പെട്ടവരെ, അച്ഛൻ ഇങ്ങോട്ട് നോക്കിയേ. ഈ ടെസ്റ്റിമണി എല്ലാം ഷെയർ ചെയ്തിട്ട് അച്ഛൻ ഇങ്ങനെ പറയുകയാണ്. പരിശുദ്ധ അമ്മയുടെ നേരെ നോക്കിയിട്ട് അച്ഛൻ ഇങ്ങനെ 1 മിനിറ്റ് നിന്നു. ഞാനപ്പോൾ അച്ഛനെ സൂക്ഷിച്ച് നോക്കിയപ്പോൾ അച്ഛൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ആ നിത്യസഹായ മാതാവിൻ്റെ നൊവേന പുസ്തകത്തിലേക്ക് വീഴുന്നു ഞാൻ ശ്രദ്ധിച്ചു. എന്നിട്ട് അച്ഛൻ ഇങ്ങനെ പരിശുദ്ധ അമ്മയോട് നേരെ കരം ചൂണ്ടിയിട്ട് പറഞ്ഞു, അന്ന് എൻ്റെ ചേച്ചിയുടെ പ്രാർത്ഥന കേട്ട് എൻ്റെ കുടുംബത്തെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് പരിശുദ്ധ അമ്മയെ നന്ദി പറയുന്നു. തിരുസഭയ്ക്കൊരു വൈദികനെ തന്നതിനെ ഓർത്ത് പരിശുദ്ധ അമ്മയെ നന്ദി പറയുന്നു എന്ന് പറഞ്ഞിട്ട് ആ സൈനിൽ ബിഫോർ യു അല്ലേ, കേട്ടിട്ടില്ലേ ആ പാട്ട്? ആ പാട്ടിൻ്റെ ഈരടികൾ പാടി പ്രാർത്ഥിച്ചപ്പോൾ പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ ഇടവക ദേവാലയത്തിലെല്ലാം പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യം നിറയുന്നതായിട്ട് ഫീൽ ചെയ്തു. നമുക്കൊന്ന് എഴുന്നേറ്റേക്കാം. ആ പാട്ടിൻ്റെ ഈരടികൾ ഈ അച്ഛനോട് ചേർന്ന് ഒന്ന് പാടി പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുടെ ദിവസമാണ് ഇന്നെന്നാണ് ഒരു വാഗ്ദാനം. പരിശുദ്ധ അമ്മ നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന്. ഇന്ന് പരിശുദ്ധയുടെ അമ്മയുടെ ശക്തമായ മധ്യസ്ഥം നിങ്ങളുടെ ജീവിത നിയോഗങ്ങളിന്മേൽ ഉണ്ടാകുമെന്ന് പരിശുദ്ധാത്മാവ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമുക്ക് ആ പാട്ടിൻ്റെ ഈരടികൾ ഫാദർ പീറ്റർ മോറിസിനോട് ചേർന്ന്, ആ കുടുംബത്തോട് ചേർന്ന്, ഈ ഇംഗ്ലണ്ടിലെ സഭയോട് ചേർന്ന്, ഇപ്പോൾ വൈദികരാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വൈദിക വിദ്യാർത്ഥികളോടും ചേർന്ന്, നമ്മുടെ പ്രിയപ്പെട്ട ഷൈജു അച്ഛനോട് ചേർന്ന്, ഒട്ടാലച്ചനോട് ചേർന്ന്, തിരുസഭയോട് ചേർന്ന് നമുക്ക് പരിശുദ്ധ അമ്മയെ ഒന്ന് ആദരിച്ച്, ബഹുമാനിച്ച്, സ്നേഹിച്ച് ആ പാട്ടിൻ്റെ ഈരടികൾ ഒന്ന് പാടാം. എല്ലാവരും ചേർന്ന്. As I bow my head in prayer, take this day
മരിയ. Ave Maria, gratia plena, Dominus tecum, benedicta. ലൂർദിൽ ഇന്ന് പ്രാർത്ഥിക്കുന്ന ലക്ഷക്കണക്കിന് മക്കളോട് ചേർന്ന് ഒരിക്കൽ കൂടി പാടാം. ആവേ Ave Maria, gratia plena, Dominus tecum, benedicta tu. ക്യാൻഡിൽ ലൈറ്റ് പ്രൊസഷനോട് ചേർന്ന് നമുക്കൊരു മിനിറ്റ് ഒന്ന് പാടാമോ? നിങ്ങൾ ഈ കാണുന്ന ലൂർദിലെ ക്യാൻഡിൽ ലൈറ്റ് പ്രൊസഷനാണ്. ആയിരക്കണക്കിന് അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, അനേക കുടുംബങ്ങളുടെ കണ്ണുനീരൊപ്പിയ ശുശ്രൂഷയാണ് പ്രിയപ്പെട്ടവരെ നടക്കുന്നത്. നിങ്ങളുടെ നിയോഗങ്ങൾ ഇപ്പോൾ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കണം. ലക്ഷക്കണക്കിന് മക്കളോട് ചേർന്നാണ് നിങ്ങളുടെ നിയോഗങ്ങൾ ഇപ്പോൾ സമർപ്പിക്കുന്നതെന്ന് ഓർക്കുക. ഹല്ലേലൂയ. ഇരിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് ചിന്തിക്കുന്ന ആരെക്കുറിച്ചാ? വല്ല കുളും കിട്ടിയോ? പരിശുദ്ധ അമ്മയെക്കുറിച്ചാണ്. ഒരു മാസം മുന്നേ ബഹുമാനപ്പെട്ട ഷാജു എന്നോട് പറഞ്ഞു, ഇതുപോലെ സെക്കൻഡ് സാറ്റർഡേ ശുശ്രൂഷയ്ക്ക് കുറച്ച് നേരം ഒന്ന് വചനം പറയണം. അങ്ങനെ പറഞ്ഞപ്പോൾ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധ അമ്മയെക്കുറിച്ച് നിങ്ങളോട് പറയാനാണ് ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് ആഗ്രഹിക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം പ്രിയപ്പെട്ടവരെ. വലിയ കോംപ്ലിക്കേറ്റഡ് തിയോളജി ഒന്നുമില്ല, ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമാണ്. ശ്രദ്ധിച്ചിരിക്കണേ. നിങ്ങൾ ആരോടാ കൂടുതൽ സംസാരിക്കാറുള്ളേ? പെട്ടെന്ന് വേണേ. ആരോടാ വർത്താനം പറയാറുള്ളേ? എന്തിലൊക്കെ പറയുന്നേ? അമ്മയോട്, സ്വന്തം അമ്മയോടായിരിക്കാം, അല്ലേ? ചിലപ്പോൾ അപ്പനോടായിരിക്കാം, അല്ലെ? കല്യാണം കഴിച്ചവരാണെങ്കിൽ പറയും. ഒരു 4-5 വർഷത്തെ ഗ്യാപ്പിലുള്ളവരാണെങ്കിൽ പറയും ജീവിത പങ്കാളിയാണ്. ഒരു 10 വർഷം കഴിഞ്ഞുള്ളവരാണെങ്കിൽ പറയും വേറെ എന്തെങ്കിലും ക്യാൻസർ ആയിരിക്കും ചിലപ്പോൾ കേൾക്കാൻ പറ്റും, അല്ലേ? അപ്പം ജീവിത പങ്കാളിയോട്, അല്ലെ സഹോദരങ്ങളോട്, അല്ലെ കുഞ്ഞുങ്ങളോട്, ചിലരെല്ലാം കൂട്ടുകാരോട് ഒക്കെയാണ് കൂടുതൽ സംസാരിക്കാറുള്ളത് പ്രിയപ്പെട്ടവരെ. എന്നാൽ ബൈബിൾ എടുത്ത് നമ്മൾ വായിക്കുമ്പോൾ മത്തായി, മർക്കോസ്, ലൂക്ക, യോഹന്നാൻ 4 സുവിശേഷങ്ങളിലാണ് പരിശുദ്ധ അമ്മയെക്കുറിച്ച് നമ്മൾ കാണുക. പരിശുദ്ധ അമ്മ ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ളത് ആരോടാ? ബൈബിൾ വായിച്ചിട്ടുള്ളവർക്കറിയാം. പരിശുദ്ധ അമ്മ ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ളത് ആരോടാ പ്രിയപ്പെട്ടവരെ? പറഞ്ഞേ. ദൈവത്തോടാണ്. പരിശുദ്ധ അമ്മ സംസാരിച്ചതായി ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന എല്ലാ ഭാഗങ്ങളും നിങ്ങളെടുത്ത് വായിച്ചു നോക്കിക്കോ. അതിന്റെ മജോറിറ്റി 99% ഞാൻ പറയാം, അത് ദൈവത്തോടാണ് സംസാരിച്ചിരിക്കുക. വലതേരെ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഇങ്ങോട്ട് നോക്കിക്കേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ബൈബിൾ നമ്മളെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരുപാട് പേരെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇസ്രായേലിലെ പ്രവാചകന്മാരെ പരിചയപ്പെടുത്തുന്നുണ്ട്, നമ്മുടെ പൂർവ്വപിതാക്കന്മാരെ പരിചയപ്പെടുത്തുന്നുണ്ട്, അപ്പസ്തോലന്മാരെ പരിചയപ്പെടുത്തുന്നുണ്ട്, ഒരുപാട് പേരെ. ഇവരെല്ലാം നമുക്ക് 4 കാറ്റഗറി ആയിട്ട് തിരിക്കാൻ പറ്റും. ശ്രദ്ധിച്ചിരിക്കണം. ഒന്നാമത്തെ കൂട്ടർ ദൈവത്തോട് സംസാരിച്ചവർ, രണ്ടാമത്തെ കൂട്ടർ സാത്താനോട് സംസാരിച്ചവർ, മൂന്നാമത്തെ കൂട്ടർ പരസ്പരം സംസാരിച്ചവർ, നാലാമത്തെ കൂട്ടർ സ്വയം സംസാരിച്ചവർ. പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, 4 ചോയ്സ് നിങ്ങളുടെ മുമ്പിലുണ്ട്. ഒന്നുകിൽ നിനക്ക് ദൈവത്തോട് സംസാരിക്കാം, രണ്ടാമതായിട്ട് നിനക്ക് സാത്താനോട് സംസാരിക്കാം, മൂന്നാമതായിട്ട് പരസ്പരം സംസാരിക്കാം, നാലാമതായിട്ട് സ്വയം സംസാരിക്കാം. പറഞ്ഞേ ഹല്ലേലൂയ. ഇതിൽ ഏത് ചോയ്സാ പരിശുദ്ധാമ്മ തിരഞ്ഞെടുത്തത്? ദ ഫസ്റ്റ് ചോയ്സ് ആൻഡ് ദ വെരി ബെസ്റ്റ് ചോയ്സ്, ദൈവത്തോട് സംസാരിക്കാൻ പരിശുദ്ധാമ്മ തീരുമാനിച്ചു. ഇങ്ങോട്ട് നോക്കിയേ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാമ്മ ദൈവത്തോട് സംസാരിക്കുന്നവളായിരുന്നു. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ വലിയ പദ്ധതികൾ ദൈവത്തിന്റെ ആത്മാവ് പരിശുദ്ധാമ്മയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്തു. ദൈവഹിതം തിരിച്ചറിയുവാൻ സാധിച്ചു. അതുകൊണ്ട് ദൈവത്തിന്റെ വലിയ പ്രവർത്തികൾക്ക് വേണ്ടി, വലിയ സ്വർഗീയ കാര്യങ്ങൾക്ക് വേണ്ടി പരിശുദ്ധ അമ്മ എടുത്ത് ഉപയോഗിക്കപ്പെട്ടു. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇങ്ങോട്ട് നോക്കിക്കേ, ബൈബിളിൽ നമ്മൾ വായിക്കുമ്പോൾ പരിശുദ്ധ അമ്മയെ പോലെ ദൈവത്തോട് സംസാരിച്ച അനേകം പേരെ ബൈബിൾ നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. 1-2 പേരെ പെട്ടെന്ന് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് അബ്രാഹത്തെ അറിയാവോ? ആരായിരുന്നു അബ്രാഹം? അബ്രാഹം ആരായിരുന്നു? എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ പേര് അബ്രാഹം എന്നാണ്, അതുകൊണ്ട് ഗ്രാൻഡ് ഫാദർ. പ്രിയപ്പെട്ടവരെ, അബ്രാഹം ആരായിരുന്നു? വിശ്വാസികളുടെ പിതാവ്, അല്ലേ? അങ്ങനെ നമ്മൾ അബ്രാഹത്തെ കണ്ടുമുട്ടുന്നത്
പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിലാണ്. ആദ്യമായിട്ട് അബ്രാഹത്തെക്കുറിച്ച് പഴയ നിയമം നമുക്ക് കാണിച്ചു തരുന്നത് ഉൽപ്പത്തി പുസ്തകം 12-ാമത്തെ അധ്യായത്തിലാണ്. 12 മുതൽ 25 വരെയുള്ള 14 അധ്യായങ്ങളിലാണ് അബ്രാഹത്തെക്കുറിച്ച് നിങ്ങൾ കേൾക്കുകയും വായിക്കുകയും ചെയ്യുക. അവിടെ ശ്രദ്ധിച്ചിരിക്കണേ, ഈ 14 അധ്യായങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. അബ്രാഹം താൻ തിരഞ്ഞെടുക്കപ്പെട്ട നിമിഷം മുതൽ, അബ്രാഹത്തിന്റെ മരണം എന്ന് പറയുന്നത് ഉൽപ്പത്തി പുസ്തകം 25-ാമത്തെ അധ്യായത്തിലാണ്. ഈ മരിക്കുന്ന നിമിഷം വരെ അബ്രാഹം ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ളത് ആരോടാണെന്നറിയാമോ? ആരോടാ? ദൈവത്തോട്. അബ്രാഹം ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ളത് ദൈവത്തോടാണ്. ഇങ്ങോട്ട് നോക്കിക്കേ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ദൈവമായ കർത്താവ് ഒരു കാര്യം തീരുമാനിച്ചു. ഇത്രയധികം എന്നെ ഇഷ്ടപ്പെടുന്ന, ഇത്രയധികം എന്നോട് സംസാരിക്കുന്ന, എനിക്ക് പ്രിയങ്കരനായ ഈ അബ്രാഹത്തോട് ഞാൻ എൻ്റെ മനസ്സിലുള്ളതെല്ലാം ഷെയർ ചെയ്യാൻ പോവുക. ഞാൻ പറഞ്ഞതല്ല കേട്ടോ, വചനം പറയുന്നതാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 18-ാം അധ്യായം 18-ാം തിരുവചനം ബോർഡിലുണ്ടെങ്കിൽ നമുക്കൊന്ന് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 18:18. അവിടെ ദൈവമായ കർത്താവ് പറയുകയാണ്. നോക്കിയേ, നമ്മൾ ചേർന്ന് വായിക്കാമോ? അബ്രാഹം മഹത്വവും ശക്തവുമായ ഒരു ജനതയായി തീരുമെന്നും ഭൂമിയിലെ ജനപദങ്ങളെല്ലാം അവനിലൂടെ അനുഗ്രഹിക്കപ്പെടുമെന്നും അറിഞ്ഞിരിക്കെ. അവസാനം വായിച്ച എന്താ? ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം ഇങ്ങോട്ട് നോക്കിക്കേ. സ്പിരിച്വൽ ഷെയറിങ്ങിന് വന്നിട്ട് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ചോദ്യം ഏതാ? എന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി എന്താണ്? ശരിയല്ലേ? സ്പിരിച്വൽ ഷെയറിങ്ങിന് പോകുന്ന അനേകം പേര് വന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, പ്രിയപ്പെട്ട ദൈവപൈതലേ, എന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി എന്താണ്? ഞാൻ എന്താണ് ഒരു തീരുമാനമെടുക്കേണ്ടത്? ഇതാണോ എൻ്റെ വഴി? ഇതാണോ എൻ്റെ വഴി? ഞാൻ ഇവിടെയാണോ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, അതോ അവിടെയാണോ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്? എൻ്റെ മക്കളെ മെഡിസിന് വിടണോ, ഫാർമസിക്ക് വിടണോ, ഫിസിയോതെറാപ്പിക്ക് വിടണോ, എഞ്ചിനീയറിങ്ങിന് വിടണോ? ഒരു എത്തും പിടിയും കിട്ടണില്ല. ഇവിടെ നോക്കിക്കേ പ്രിയപ്പെട്ടവരെ, ദൈവത്തോട് ആലോചന ചോദിച്ച, ദൈവത്തോട് സംസാരിച്ച അബ്രാഹത്തെക്കുറിച്ച് ദൈവമായ കർത്താവ് പറയുകയാണ്, ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യമെല്ലാം ഞാൻ അവനോട് വെളിപ്പെടുത്തി കൊടുക്കും. എന്ന് വെച്ചാൽ അർത്ഥം എന്താണെന്നറിയാമോ? ദൈവത്തോട് സംസാരിക്കുന്ന ഒരു ദൈവപൈതലായിട്ട് ഞാനും നിങ്ങളും മാറുമ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ എല്ലാ പദ്ധതികളും ദൈവമായ കർത്താവ് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. വലതേ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഇവിടെയാണോ സെറ്റിൽ ആവേണ്ടത്, അതോ സ്വിറ്റ്സർലൻഡിന് പോണോ, ഓസ്ട്രേലിയക്ക് പോണോ, ന്യൂസിലൻഡിന് പോണോ, കാനഡയ്ക്ക് പോണോ, USA പോണോ? എൻ്റെ മക്കളെ എഞ്ചിനീയറിംഗിന് വിടണോ, മെഡിസിന് വിടണോ, പൈലറ്റ് ആകാൻ വിടണോ, എയർ ഹോസ്റ്റസ് ആകാൻ വിടണോ? ആര് പറഞ്ഞു തരും പ്രിയപ്പെട്ടവരെ? ദൈവം പറഞ്ഞു തരും. എപ്പോഴാണ് പറഞ്ഞു തരുന്നേ? നമ്മൾ ദൈവത്തോട് സംസാരിക്കുന്നവരായിട്ട് മാറുമ്പോൾ. പഴയ നിയമത്തില് മോശയെ പഴയ നിയമം പരിചയപ്പെടുത്തുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, പുറപ്പാടിന്റെ പുസ്തകത്തിലാണ്. പുറപ്പാട്, സംഖ്യ, ലേവ്യർ, നിയമാവർത്തനം, ഈ 4 പുസ്തകങ്ങൾ വായിക്കുമ്പോൾ മോശയെ കാണാൻ പറ്റും. ഏകദേശം 430 വർഷം നീണ്ട ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽക്കാരെ മോചിപ്പിച്ചുകൊണ്ട് തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്തേക്ക് പോകാൻ വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത പ്രവാചകനായിരുന്നു മോശ. ശ്രദ്ധിക്കണേ, ഈ മോശയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: മോശ ദൈവമായ കർത്താവിനോട് മുഖാഭിമുഖം സംസാരിച്ചിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുക. എപ്പോഴും ദൈവത്തോട് സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു മോശ, പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ദൈവം എല്ലാ കാര്യങ്ങളും മോശയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്തു. ഞാനല്ല പറയുന്നത്, വചനമാണ് പറയുന്നത്. സങ്കീർത്തനം 103-ാം അധ്യായം അതിൻ്റെ 7-ാം വചനം. സങ്കീർത്തനം 103 അതിൻ്റെ 7. അവിടെ നിന്ന് വായിക്കാമോ എല്ലാവരും ചേർന്ന്? അവിടുത്തെ തന്റെ വഴികൾ മോശയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്തു. ഇന്ന് വഴി അറിയാതെ കുഴങ്ങുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ പ്രിയപ്പെട്ടവരെ, നീ ദൈവത്തോട് സംസാരിക്കാൻ ആരംഭിക്കുമ്പോൾ നിനക്ക് പോകേണ്ട വഴി അവൻ നിനക്ക് കാണിച്ചു തരും. പറഞ്ഞേ ഹല്ലേലൂയ. ഇടത്തോട്ടാണോ വലത്തോട്ടാണോ പോകേണ്ടത്? ഓസ്ട്രേലിയക്കാണോ പോകണ്ടേ, അതോ ഇനി ഇവിടുന്ന് മാറി വേറെ എങ്ങോട്ടെങ്കിലും പോയി സെറ്റിൽ ആകണോ? വഴി അറിയാതെ കുഴങ്ങുന്ന ഒരു ദൈവപൈതലാണ് ഞാനും നിങ്ങളുമെങ്കിൽ വചനം പറയുകയാണ്, കർത്താവ് തന്റെ വഴികൾ ആർക്ക് വെളിപ്പെടുത്തി കൊടുത്തു? മോശയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്തതുപോലെ ഇന്ന് നിനക്കും വെളിപ്പെടുത്തി തരും. ഒരാളെയും കൂടെ, ഒരു കൂട്ടം ആൾക്കാരെയും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് നിങ്ങൾക്ക്. അത് ഈശോയുടെ ശിഷ്യന്മാരാണ്. ഈശോയുടെ ശിഷ്യന്മാർ ഒരു ദിവസം വന്നിട്ട് ഈശോയോട് ചോദിക്കുകയാണ്, ഗുരു, എല്ലാവരോടും ഉപമ വഴിയല്ലേ സംസാരിക്കുന്നേ, ഇതെന്തോ ഇങ്ങനെ ചെയ്യണേ? ഞങ്ങളോടാണ് വളരെ വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഈശോ ഒരു മറുപടി പറയുന്നുണ്ട് അതിന്. അത് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ ഈശോ ഇങ്ങനെ പറയുകയാണ്, സ്വർഗരാജ്യത്തിന്റെ രഹസ്യങ്ങൾ മനസ്സിലാക്കാനുള്ള വരം നിങ്ങൾക്കാണ് ലഭിച്ചിരിക്കുന്നത്, അത് മറ്റാർക്കും ലഭിച്ചിട്ടില്ല. വരദൂർത്തി പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എൻ്റെ ദൈവപൈതലേ, സ്വർഗരാജ്യത്തിന്റെ രഹസ്യം എന്താണെന്ന്, നിന്റെ ജീവിതത്തിലെ രഹസ്യം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ശിഷ്യന്മാരെ പോലെ ആയിത്തീരണം. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഈശോയുടെ പരസ്യ ജീവിതം തുടങ്ങി ഈശോയുടെ മരണം വരെ എത്ര വർഷം ഉണ്ടായിരുന്നു? 3 വർഷം, അല്ലേ? ശരിയല്ലേ? 30-ാം വയസ്സിൽ ആരംഭിച്ചു, 33-ാം വയസ്സിൽ ഈശോ മരിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ 3 വർഷം ഈശോ ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ളത് ആരോടാ? ശിഷ്യന്മാരോടല്ലേ?
ഈശോയോട് ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ളത് ആരാ? ശിഷ്യന്മാരാണ് അല്ലേ? അപ്പം ഈശോ സംസാരിച്ചിട്ടുള്ളതും ഈശോയോട് ഏറ്റവും കൂടുതൽ സംസാരിച്ചതും ശിഷ്യന്മാരാണ്. അതുകൊണ്ടാണ് എല്ലാ രഹസ്യങ്ങളും ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി കൊടുത്തത്. പറഞ്ഞേ ഹല്ലേലൂയ. ദൈവത്തോട് സംസാരിക്കുന്നവരായിട്ട് നമ്മൾ മാറണം. ഞാനൊരു വളരെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തരാം. AD 344 ഈജിപ്തിൽ ജനിച്ച ഒരു കുഞ്ഞു മകളുണ്ട്. ആ മകളുടെ പേര് മേരി എന്നായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ മകളെ മാതാപിതാക്കന്മാർ നല്ല ദൈവഭക്തിയിലൊക്കെ വളർത്തിക്കൊണ്ട് വന്നു. ഒരു 12 വയസ്സായപ്പോൾ ഈ മകള് ഒരു തീരുമാനം എടുത്തു, എനിക്കിങ്ങനെ വീട്ടിൽ അടങ്ങി ഒതുങ്ങി ഇരിക്കാൻ പറ്റില്ല, ഞാൻ അടുത്ത പട്ടണത്തിലേക്ക് പോയി അടിച്ചു പൊളിച്ച് ജീവിക്കാൻ പോകാമെന്നൊരു തീരുമാനം എടുത്തു. അങ്ങനെ ഈജിപ്തിലെ വലിയൊരു പട്ടണമാണ് അലക്സാണ്ട്രിയ. അത് ഇപ്പോഴും ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ആ പട്ടണം അതേപടി. ഈ അലക്സാണ്ട്രിയ എന്ന് പറയുന്ന പട്ടണത്തിലെത്തി ഈ മേരി എന്ന് പറയുന്ന. അങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ സുഖഭോഗങ്ങളിലും മുഴുകി ജീവിക്കാൻ ആരംഭിച്ചു. അവസാനം അവളൊരു വേശ്യ ആയിത്തീർന്നു. ശ്രദ്ധിച്ചിരിക്കണേ, അനേക വർഷങ്ങൾ വേശ്യാവൃത്തി ചെയ്ത് ഈ മേരി എന്ന് പറയുന്ന മകള് ജീവിക്കുക. പ്രിയപ്പെട്ടവരെ, കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ജെറുസലേമിലേക്ക് തീർത്ഥാടനം പോകുന്ന ഒരു സംഘത്തെ കണ്ടുമുട്ടി. അവരുടെ കൂടെ ചേർന്ന് ജെറുസലേമിലേക്ക് പോയി. ഇവർ ജെറുസലേമിലേക്ക് പോയെന്താണെന്നറിയാമോ? കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാൾ ജെറുസലേം ദേവാലയത്തിൽ ചെന്നിട്ട് അവിടെ ഈശോയുടെ കുരിശിന്റെ റെലിക്സ് വെച്ചിട്ടുണ്ട് ജെറുസലേം ദേവാലയത്തിൽ. അത് പോയി വണങ്ങി പ്രാർത്ഥിക്കാനാണ് ഈ സംഘം കടന്നു പോവുക. അങ്ങനെ വിശുദ്ധ കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാൾ രാവിലെ മറ്റെല്ലാവരോടും ചേർന്ന് ഈ മേരിയും ജെറുസലേം ദേവാലയത്തിലേക്ക് പോവുക. ജെറുസലേം ദേവാലയത്തിന്റെ വാതിൽക്കലെത്തി എല്ലാവരും പള്ളിക്കകത്തേക്ക് കയറി. മേരിക്ക് പള്ളിക്കകത്ത് കയറാൻ പറ്റണില്ല. ആരാണ്ട് മേരിയെ തടഞ്ഞു നിർത്തിയിരിക്കുക. ഒരു പ്രാവശ്യം ശ്രമിച്ചു, 2 പ്രാവശ്യം ട്രൈ ചെയ്തു, 3 പ്രാവശ്യം ട്രൈ ചെയ്തിട്ടും മേരിക്ക് പള്ളിക്കകത്ത് കയറാൻ പറ്റണില്ല. പ്രിയപ്പെട്ടവരെ, മേരി കരഞ്ഞുകൊണ്ട് തിരിച്ചു വരിക. പള്ളിയുടെ പുറയിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ പരിശുദ്ധ അമ്മയുടെ വലിയൊരു ഛായാചിത്രം അവിടെ ഇരിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ പോയി മുട്ടുകുത്തിയിട്ട് മേരി ഒരു തീരുമാനമെടുത്തു, എന്നെ ദേവാലയത്തിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കാൻ വേണ്ടി പരിശുദ്ധമ്മ പ്രാർത്ഥിക്കണം. അങ്ങനെ ചെയ്താൽ ഇനിയുള്ള എൻ്റെ ജീവിതം ഞാൻ വിശുദ്ധിയിൽ ജീവിച്ചോളാം. വലതുകരത്തി പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇത് പറഞ്ഞിട്ടപ്പോൾ മേരിയിലേക്ക് ഒരു ശക്തി കടന്നു വന്നു. മേരി ഓടിച്ചാടി ജെറുസലേം ദേവാലയത്തിന്റെ വാതിൽക്ക് ചെന്നിട്ട് ആ വാതിൽപ്പടിയിലൂടെ വലതുകാലെടുത്ത് അകത്തോട്ട് വെച്ചു. സ്മൂത്തായിട്ട് അകത്തേക്ക് കൊണ്ട് കയറിപ്പോയി. വിശുദ്ധ കുരിശിന്റെ ആ റെലിക്സ് വണങ്ങി പ്രാർത്ഥിച്ച് തിരിച്ചു വന്ന് ഈ പരിശുദ്ധ അമ്മയുടെ ഛായാചിത്രത്തിന് മുമ്പിൽ നിന്ന് നന്ദി പറഞ്ഞു മേരി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയം പെട്ടെന്ന് പ്രിയപ്പെട്ടവരെ, ദൈവപിതാവിന്റെ ഒരു ശബ്ദം മേരി കേൾക്കുകയാണ്. ക്രോസ് റിവർ ജോർദാൻ ആൻഡ് ഗോ ടു ദ ഡെസേർട്ട്. ക്രോസ് ദ റിവർ ഓഫ് ജോർദാൻ ആൻഡ് ഗോ ടു ദ ഡെസേർട്ട്. ജോർദാൻ നദി കടന്ന് ആ കാണുന്ന മരുഭൂമിയിലേക്ക് പോവുക. പ്രിയപ്പെട്ടവരെ, ദൈവം പറഞ്ഞതനുസരിച്ച്, ദൈവത്തിന്റെ വാക്ക് കേട്ട് മേരി ആ ജോർദാൻ നദി കടന്ന് ആ മണലാരണ്യത്തിലേക്ക് പോയി. ശ്രദ്ധിച്ചിരിക്കണേ, പിന്നെയുള്ള 47 വർഷങ്ങൾ താൻ ജീവിതത്തിൽ ചെയ്ത എല്ലാ പാപത്തിന്റെയും പരിഹാരം ചെയ്ത് ദൈവത്തോട് മാത്രം സംസാരിക്കുന്നവളായി മേരി ആ മരുഭൂമിയിൽ ചെലവഴിച്ചു. 47ാമത്തെ വർഷം സോസിമസ് എന്ന് പറയുന്ന ഒരു വൈദികൻ തന്റെ നോമ്പുകാല പ്രാർത്ഥനയ്ക്കായിട്ട് ഈ മരുഭൂമിയിലെത്തി. അവിടെ വെച്ച് മേരിയെ കണ്ടു. അങ്ങനെയാണ് പുറം ലോകം മേരിയെ കുറിച്ച് അറിയുക. എന്നിട്ട് മേരി അച്ഛനോട് പറഞ്ഞു, അച്ഛാ, പെസഹ വ്യാഴാഴ്ച വരികയാണല്ലോ, വൈകുന്നേരം ആകുമ്പോൾ വിശുദ്ധ കുർബാനയുമായിട്ട് ഈ ഡെസേർട്ടിലേക്ക്, ഈ മരുഭൂമിയിലേക്ക് അച്ഛൻ വരണം. 47 വർഷമായി ഞാൻ ഈശോയെ സ്വീകരിച്ചിട്ട് എനിക്ക് ഈ പെസഹ വ്യാഴാഴ്ച ഈശോയെ സ്വീകരിക്കണം. പ്രിയപ്പെട്ടവരെ, പെസഹ വ്യാഴാഴ്ച സോസിമസ് എന്ന് പറയുന്ന ഈ അച്ഛൻ ഈശോയുമായിട്ട് ആ മരുഭൂമിയിലെത്തി. നിങ്ങൾക്ക് ആ പിക്ചർ ഇപ്പൊ കാണാൻ പറ്റും, സെന്റ് മേരി. പ്രിയപ്പെട്ടവരെ, ആ മരുഭൂമിയിലെത്തി കഴിഞ്ഞപ്പോൾ ജോർദാൻ നദി, അക്കരെ മരുഭൂമി, അവിടെ മേരി നിൽക്കുന്നു, ഇവിടെ ഫാദർ സോസിമസ് നിൽക്കുന്നു. അച്ഛൻ നോക്കുമ്പോ അച്ഛന് പോലും അത്ഭുതമായ ഒരു കാഴ്ചയാണ് അവിടെ കാണേണ്ടത്. ജോർദാൻ നദിയുടെ മുകളിലൂടെ നടന്ന് ഈ മേരി എന്ന് പറയുന്ന സ്ത്രീ അച്ഛന്റെ അടുക്കലേക്ക് കടന്നു വന്നിട്ട് അച്ഛന്റെ കരങ്ങളിൽ നിന്നും നാവിലേക്ക് ഈശോയെ സ്വീകരിച്ചു. പറഞ്ഞേ ഹല്ലേലൂയ. ഒരു വേശ്യയായിട്ട് അനേക വർഷങ്ങൾ ചെലവഴിച്ച മേരി, പ്രിയപ്പെട്ടവരെ, ഇന്നൊരു വിശുദ്ധയാണ്, സെയിന്റ് മേരി ഓഫ് ഈജിപ്ത്. പറഞ്ഞേ ഹല്ലേലൂയ. ദൈവത്തോട് മാത്രം സംസാരിച്ച് 47 വർഷങ്ങൾ. നിങ്ങൾ ആ ഇമേജിലേക്ക് നോക്കിക്കേ, മേരി എവിടെ നിൽക്കണേ? എവിടെ നിൽക്കണേ പ്രിയപ്പെട്ടവരെ? വെള്ളത്തിന് മുകളിലാണ് നിൽക്കുന്നത്. അത് റിവർ ജോർദാൻ ആണ്. ഇത് ഇക്കരെ, അക്കരെ കാണുന്നതാണ് മണലാരണ്യം. പറഞ്ഞേ ഹല്ലേലൂയ. ദൈവത്തോട് മാത്രം സംസാരിച്ച മേരി സെയിന്റ് മേരി ഓഫ് ഈജിപ്തായി മാറി. പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും ദൈവത്തോട് സംസാരിക്കുന്നവരായിട്ട് നമുക്ക് മാറാം. അങ്ങനെ നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി തിരിച്ചറിഞ്ഞ് തീരുമാനങ്ങളെടുത്ത് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുമ്പോഴാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വിജയിക്കുക. പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ ആദ്യം പറഞ്ഞു, നമുക്ക് എത്ര പേരോട് സംസാരിക്കാം? 4 പേരോട്. ആദ്യം ദൈവത്തോട് സംസാരിക്കാം. രണ്ടാമതാരാ? സാത്താനോട് സംസാരിക്കാം. അങ്ങനെ ആരെങ്കിലും ബൈബിളിലുണ്ടോ? സാത്താനോട് സംസാരിച്ച് ആരെ കുറിച്ചെല്ലാം ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ടോ? അങ്ങനെയുണ്ടോ? ഉണ്ട്.
ഒത്തിരി നമുക്ക് സമയമില്ല. ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 2ഉം 3ഉം അധ്യായങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ ആദ്യ മാതാപിതാക്കന്മാരായ ആദത്തെയും അവയെയും നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട് അല്ലേ? പ്രിയപ്പെട്ടവർ, ഇങ്ങോട്ട് നോക്കിക്കേ. തങ്ങളെ സൃഷ്ടിച്ച ദൈവത്തോട് സംസാരിക്കുന്നതിന് പകരം അവർ കൂടുതൽ സംസാരിച്ചത് ആരോടാ? ബൈബിൾ വായിച്ചുള്ളവർക്കറിയാം. ആരോടാ സംസാരിച്ചേ? സാത്താനോട്. അവർ സംസാരിച്ചത് സാത്താനോടാ. പ്രിയപ്പെട്ടവരെ, ഇങ്ങോട്ട് നോക്കിക്കേ. ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടോ? ഉണ്ട് എന്ന് ഉറപ്പുള്ളവർ കരം എന്ന് ഉയർത്താമോ? ദൈവത്തിന് എന്നെക്കുറിച്ചൊരു പദ്ധതി ഉണ്ട്, എൻ്റെ മക്കളെക്കുറിച്ചൊരു പദ്ധതി ഉണ്ട്, എൻ്റെ കുടുംബത്തെക്കുറിച്ചൊരു പദ്ധതി ഉണ്ട് അല്ലെ? നിങ്ങൾക്ക് എല്ലാം അറിയാം അല്ലെ? ഇങ്ങോട്ട് നോക്കി, ഇനി നോക്കിക്കേ. ഇനി പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിക്കണേ. സാത്താനും നമ്മളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു പദ്ധതി ഉള്ളതുപോലെ തന്നെ സാത്താനും നമ്മളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് പ്രിയപ്പെട്ടവരെ. കാരണം ഇത് എവിടെയെന്നറിയോ പറയുന്നത്? ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം. സാത്താൻ വന്നിട്ട് ഹവ്വയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പ്ലാൻ എന്താ? അപ്പൊ ഹവ്വ പറഞ്ഞു, അതെ, ഈ കാണുന്ന ഏദൻ തോട്ടം ഉണ്ടല്ലോ, ഇതൊക്കെ അങ്ങോട്ട് പരിപാലിച്ച് സംരക്ഷിച്ച് ഇവിടുത്തെ കൃഷിയൊക്കെ നോക്കി ഇവിടുത്തെ പഴങ്ങളൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ അങ്ങോട്ട് ജീവിക്കുകയാണ്. ഞങ്ങൾ എപ്പോഴും ദൈവസന്നിധിയിൽ ദൈവത്തെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഞങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി. അപ്പൊ പെട്ടെന്ന് സാത്താൻ ഹവ്വയോട് പറയുന്നൊരു കാര്യമുണ്ട്. അയ്യോ, ഇത് നിങ്ങളെ ആരാണ്ട് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക. ഏതെങ്കിലും പഴം കഴിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ ഹവ്വ പറഞ്ഞു, ഉണ്ട്. ദൈവമായ കർത്താവ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, തോട്ടത്തിന്റെ നടുവിലുള്ള നന്മ തിന്മകളെ കുറിച്ചുള്ള വൃക്ഷത്തിന്റെ പഴം നിങ്ങൾ കഴിക്കരുത്. അപ്പം സാത്താൻ പറയാണ്, അയ്യോ, ഇത് എന്തൊരു പൊട്ടത്തരവാ. ആ പഴം കഴിച്ചാൽ നിങ്ങൾ ആരെ പോലെയാകും? ദൈവത്തെ പോലെയാകും. നിങ്ങളുടെ കണ്ണുകൾ തുറക്കപ്പെടും, നിങ്ങൾക്ക് നന്മ തിന്മകൾ തിരിച്ചറിയാൻ പറ്റും. നോക്കിക്കേ, സാത്താന്റെ പദ്ധതി കണ്ടോ? പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള പദ്ധതി എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ച് പാപം ചെയ്യാതെ ദൈവം നമ്മളെ ആക്കിയിരിക്കുന്ന ഏദൻ തോട്ടത്തിൽ, അതൊരു പക്ഷെ നിന്റെ കുടുംബമായിരിക്കാം, നിന്റെ പൗരോഹിത്യമായിരിക്കാം, നിന്റെ സന്യസ്ത ജീവിതമായിരിക്കാം. അതാണ് ദൈവം നിന്നെ ആക്കിയിരിക്കുന്ന ഏദൻ തോട്ടം. അവിടെ ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ച് പാപം ചെയ്യാതെ ഒരു വ്യക്തി ജീവിക്കുക എന്നുള്ളതാണ് നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി. പറഞ്ഞേ ഹല്ലേലൂയ. സാത്താന്റെ പദ്ധതി എന്താണെന്നറിയാമോ? ഒരു പക്ഷെ പുരോഹിതനായിരിക്കാം, സിസ്റ്ററായിരിക്കാം, അൽമായനായിരിക്കാം, ഒരു പക്ഷെ കുടുംബജീവൻ നയിക്കുന്ന വ്യക്തിയായിരിക്കാം. നീ ആയിരിക്കുന്ന ഏദൻ തോട്ടത്തിൽ നിന്നും എങ്ങനെയെങ്കിലും നിന്നെ പുറത്താക്കുക. ഇതാണ് സാത്താന് നിന്നെക്കുറിച്ചുള്ള എന്നെക്കുറിച്ചുള്ള പദ്ധതി. ഇനി വലതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കേരളത്തില് ഒരു വലിയ പട്ടണത്തില് ഒരു വലിയ ടെക്സ്റ്റൈൽ ഷോറൂം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ചേട്ടൻ, വലിയ ധനാഢ്യനായ മനുഷ്യനാണ്. പരമ്പരാഗതമായിട്ട് ഒരുപാട് സ്വത്തുകളുള്ള എസ്റ്റേറ്റുകളുള്ള ഒരു മനുഷ്യനാണ്. ഒരിക്കൽ ആ മനുഷ്യനുമായി ഞാൻ കണ്ടു, പരിചയപ്പെട്ടു. അപ്പോൾ ആ മനുഷ്യനോട് പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ്. വലിയ ധനാഢ്യനായിരിക്കുന്ന അവസ്ഥയിൽ പ്രിയപ്പെട്ടവരെ, പെട്ടെന്ന് ആ ബിസിനസ്സിൽ ഒരു തകർച്ചയുണ്ടായി. പെട്ടെന്ന് തന്നെ കൂട്ടുകാർ പറഞ്ഞു കൊടുത്തു, സാത്താൻ വർഷിപ്പേഴ്സിന് അടുത്തേക്ക് പോയാൽ മതി, അവരെല്ലാ കാര്യങ്ങളും പരിഹരിച്ചു തരുമെന്ന് പറഞ്ഞു. അങ്ങനെ പ്രിയപ്പെട്ടവരെ, ആഭിചാരം, ദുഷ്കൃത്യങ്ങൾ, അതല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് ആരംഭിച്ചു. സാത്താൻ വർഷിപ്പേഴ്സിനടുത്ത് പോയി ആലോചന ചോദിച്ച് അവർ പറഞ്ഞതനുസരിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്തു. പക്ഷെ പ്രിയപ്പെട്ടവരെ, പരാജയത്തിൽ നിന്നും പിന്നെയും പരാജയത്തിലേക്ക് ആ ജീവിതം പോയി. അവസാനം ആത്മഹത്യയുടെ വക്കിലെത്തി നിൽക്കുന്ന ഈ വ്യക്തിയെയും കൊണ്ട് ബഹുമാനപ്പെട്ട സേവ്യർ ഖാൻ വട്ടായലച്ചന്റെ അടുത്ത് ഒരു കൂട്ടുകാരൻ കടന്നു വന്നു, അട്ടപ്പാടി ധ്യാന കേന്ദ്രത്തിൽ. ഞാൻ പറഞ്ഞതല്ല, ആ വ്യക്തി എന്നോട് നേരിട്ട് പറഞ്ഞ കാര്യമാണ്. ഞാൻ പെർമിഷൻ ചോദിച്ചു, ചേട്ടാ എവിടെയെങ്കിലും വചനം പറയുമ്പോൾ ഞാൻ ചേട്ടൻ്റെ ടെസ്റ്റിമണി പറഞ്ഞോട്ടെ? ചേട്ടൻ പറഞ്ഞു, ധൈര്യമായിട്ട് ബ്രദർ പറഞ്ഞോളാൻ പറഞ്ഞു. അതുകൊണ്ടാണ് ഇത്രയും ധൈര്യമായിട്ട് ഓൺലൈനിലുണ്ടെന്ന് അറിഞ്ഞിട്ട് ഞാൻ പറയുക. പ്രിയപ്പെട്ടവരെ, അച്ഛൻ പറഞ്ഞു, മോനെ നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു, നീ പള്ളിയിൽ പോയിരുന്ന് പ്രാർത്ഥിക്ക്, ഞാനൊരു 5 മിനിറ്റ് കഴിയും വരാമെന്ന് പറഞ്ഞു. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ വ്യക്തിയുടെ അടുത്തേക്ക് അച്ഛൻ ചെന്നിട്ട് പറഞ്ഞു, മോനെ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് തന്ന വെളിപ്പെടുത്തൽ ഇങ്ങനെയാണ്, നീ നിന്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് നീ ദൈവത്തിന്റെ തിരുസന്നിധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക, നിന്റെ ജീവിതത്തിൽ ദൈവം ഇടപെടും. എന്ന് മാത്രമല്ല, അടുത്ത 1 വർഷത്തിനുള്ളിൽ നീ ഇവിടം വിട്ട് വിദേശ രാജ്യത്തേക്ക് പോകും. പ്രിയപ്പെട്ടവരെ, 1 വർഷമല്ല 6 മാസത്തിന് മുന്നേ ഈ ബിസിനസ്സുകളെല്ലാം ഉപേക്ഷിച്ച് പരിശുദ്ധാത്മാവ് ഈ വ്യക്തിയെ ഒരു വിദേശ രാജ്യത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ വെച്ചാണ് ഞാൻ ഈ വ്യക്തിയെ കാണുക. ഞാൻ ആ വ്യക്തിയെ കാണുമ്പോൾ ആ വ്യക്തിയുടെ കയ്യിൽ യേശുനാമത്തിന്റെ ശക്തിയും രോഗികളുടെ നാഥൻ എന്ന് പറയുന്ന 2 പുസ്തകങ്ങളുണ്ട്. ഒരു ക്രിസ്ത്യാനി പോലും അല്ലാത്ത ഈ വ്യക്തി ഇന്നൊരു വിദേശ രാജ്യത്ത് യേശു ക്രിസ്തുവിന്റെ സാക്ഷിയായിട്ട് ജീവിക്കുക. പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പിശാചിനോട് സംസാരിച്ച് നടന്ന വ്യക്തി ഇന്ന് പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്ന, യേശുവിനെ കൊടുക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറി. പറഞ്ഞേ ഹല്ലേലൂയ. പിശാചിനോടും സംസാരിക്കാം. 3, നമുക്ക് പരസ്പരം സംസാരിക്കാം. ആലോചന ചോദിക്കുമ്പോൾ ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ, ആരോടാണ് ആലോചന ചോദിക്കുന്നതെന്ന്. ഉൽപ്പത്തിയുടെ പുസ്തകം 11-ാം അധ്യായം, അവിടെ വലിയൊരു ഗോപുരം പണിയുന്നവരെ കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. എൻ്റെ പേരെന്നായിരുന്നു, ഓർക്കുന്നുണ്ടോ ആരെങ്കിലും? അതെല്ലാവർക്കും അറിയാം, കറക്റ്റായിട്ട് അറിയാം. ബാബേൽ ഗോപുരം അല്ലേ പ്രിയപ്പെട്ടവരെ?
ഭൂമിയിൽ ഒരൊറ്റ ഭാഷയേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. ഒരു ഭാഷയും ഒരു സംസാര രീതിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം 1-ാമത്തെ വചനം. അവർ ഷീനാർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തി. അവിടെ എത്തിയപ്പോഴത്തേന് അവർക്ക് തോന്നി, ഇങ്ങനെ പോയാൽ പറ്റത്തില്ല, ഞങ്ങളുടെ പേരും പെരുമയും പ്രശസ്തിയോ കൂട്ടാനായിട്ട് വലിയൊരു പട്ടണം ഉണ്ടാക്കാം, വലിയൊരു ഗോപുരം ഉണ്ടാക്കാം എന്നും പറഞ്ഞ് ഇവർ പരസ്പരം ആലോചന ചോദിച്ചു. ദൈവത്തോട് ആലോചന ചോദിക്കാതെ പരസ്പരം ആലോചന ചോദിച്ച് പട്ടണം പണി തുടങ്ങി. പ്രിയപ്പെട്ടവരെ, 5-6 മാസം കഴിഞ്ഞപ്പം ദൈവമായ കർത്താവ് ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് നോക്കി എന്തൊക്കെയാ ചെയ്തുകൊണ്ടിരിക്കണേ. നോക്കിയപ്പം വലിയൊരു പട്ടണം, ഗോപുരത്തിന്റെ പണി പകുതി എത്തി. ഇപ്പം കുറച്ചുകൂടെ കഴിഞ്ഞാൽ അത് ആകാശം മുട്ടും. അപ്പൊ ദൈവമായ കർത്താവ് ഒരു കാര്യം അവിടെ പറഞ്ഞു. പ്രിയപ്പെട്ടവർ ഇങ്ങനെ പറഞ്ഞു, ഇവർ ചെയ്യാനിരിക്കുന്നതിന്റെ തുടക്കമേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇവരുടെ ഭാഷ ഭിന്നിപ്പിച്ച് ഇവരെ ഭൂമുഖത്ത് മുഴുവൻ ചിതറിച്ചു കളയാം. പ്രിയപ്പെട്ടവർ ഇങ്ങോട്ട് നോക്കിക്കേ, അവരുടെ ഭാഷ ചിതറിച്ചു. അവർ ഭൂമുഖത്താകെ ചിഹ്നം ഭിന്നമായി. അവർ പട്ടണ പണി ഉപേക്ഷിച്ചു. വലതേരെ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ. ഇന്ന് അനേക ക്രിസ്തീയ കുടുംബങ്ങളിൽ നിന്ന് ഭാഷ ഭിന്നിച്ചിരിക്കുക. ശരിയല്ല ഞാൻ ഈ പറയണേ? ഭർത്താവ് പറഞ്ഞാൽ ഭാര്യയ്ക്ക് മനസ്സിലാവണില്ല, ഭാര്യ പറഞ്ഞാൽ ഭർത്താവിനത് മനസ്സിലാവില്ല, മാതാപിതാക്കന്മാർ പറയുന്നത് മക്കൾക്ക് മനസ്സിലാവില്ല. ബാബേൽ എക്സ്പീരിയൻസിലൂടെ കടന്നു പോകുന്ന നൂറുകണക്കിന് ആയിരക്കണക്കിന് ക്രിസ്തീയ കുടുംബങ്ങളെ ഈ കഴിഞ്ഞ 10-15 വർഷത്തെ ശുശ്രൂഷ ജീവിതത്തിൽ അടിയൻ കണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, വലതിലോർത്തി പറഞ്ഞേ ഹല്ലേലൂയാ. പരസ്പരം മനസ്സിലാക്കാൻ പറ്റണില്ല, പരസ്പരം സ്നേഹിക്കാൻ പറ്റണില്ല, പറയുന്നത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണില്ല. ബാബേൽ എക്സ്പീരിയൻസ്. എന്നാൽ ഇങ്ങോട്ട് നോക്കിക്കേ ദൈവ പൈതലേ, നിന്റെ ബാബേൽ എക്സ്പീരിയൻസിനെ ഒരു പന്തക്കുസ്ത എക്സ്പീരിയൻസ് ആക്കി മാറ്റാൻ പരിശുദ്ധാത്മാവിന് പറ്റും. ഹല്ലേലൂയാ. പന്തക്കുസ്ത ദിനത്തില് സ്ലീഹന്മാര് സുവിശേഷം പറഞ്ഞപ്പോൾ അല്ലേ, 100 കണക്കിന് ഭാഷക്കാർ അവിടെ ഉണ്ടായിരുന്നു. എല്ലാവരും അവരവരുടെ ഭാഷയിൽ കേട്ടു. എപ്പോഴാ കേട്ടത്? ആര് വന്നപ്പോഴാ കേട്ടത്? പരിശുദ്ധാത്മാവ് വരുമ്പോൾ. അപ്പൊ ഒരു കുടുംബത്തിലേക്ക് പരിശുദ്ധാത്മാവ് വരുമ്പോഴാണ് ആ കുടുംബത്തിൽ ഭാഷ ഒന്നായിട്ട് മാറുന്നത്. പറഞ്ഞേ ഹല്ലേലൂയാ. അവസാനമായിട്ട് ഒരു കാര്യം കൂടെ ഉണ്ട്. ഇനി നമുക്ക് സ്വയം സംസാരിക്കുന്നവരെയും ബൈബിൾ നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷത്തില് ഒരു ധനികനെ കുറിച്ച് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അല്ലേ. ഒരു ധനികന്റെ സ്ഥലം സമൃദ്ധമായ വിളവ് നൽകി. ഇങ്ങോട്ട് നോക്കണേ, ഇന്ന് യുകെയിലെത്തി, ധാരാളം ഡ്യൂട്ടി ചെയ്തു, ഇഷ്ടംപോലെ പൈസയായി. അപ്പൊ അവൻ ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ എന്ത് ചെയ്യും? എൻ്റെ അറപ്പുരകൾക്കകത്തൊക്കെ ഉണ്ടല്ലോ 1 ടൺ ധാന്യം ശേഖരിക്കാനുള്ള കപ്പാസിറ്റി ഉള്ളൂ. ഞാനതെല്ലാം അങ്ങോട്ട് പൊളിച്ച് പണിതിട്ട് ഒരു 10 ടൺ ഗോതമ്പും ഒരു 10 ടൺ നെല്ലും എല്ലാം അങ്ങോട്ട് സംഭരിച്ചു വെക്കും. എന്നിട്ട് പ്രിയപ്പെട്ടവരെ, അവിടെ വചനം ഇപ്രകാരം പറയുകയാണ്. അവൻ ഇങ്ങനെ പറഞ്ഞു, എൻ്റെ ആത്മാവെ തിന്നു കുടിച്ച് ആനന്ദിക്കുക. ഡ്രിങ്ക്, ഈറ്റ് ആൻഡ് ബി മെറി. അന്ന് രാത്രി അവൻ്റെ ആത്മാവിനെ ദൈവമായ കർത്താവ് തിരിച്ചു വിളിച്ചു. പ്രിയപ്പെട്ടവരെ, സ്വയം സംസാരിക്കുന്നവർ, ദൈവത്തോട് ആലോചന ചോദിക്കാതെ സ്വയം സംസാരിക്കുന്നവരുടെ ജീവിതവും അവസാനം ഇങ്ങനെയായി മാറും. പറഞ്ഞേ ഹല്ലേലൂയാ. കുറെ വർഷങ്ങൾക്ക് മുന്നേ ഒരിക്കലും നാട്ടിൽ ചെന്നപ്പോൾ ഒരു ചേട്ടനും ചേച്ചിയും പ്രാർത്ഥിക്കാനായിട്ട് വന്നു. ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ എന്താ ചെയ്യുന്നേ? അപ്പോൾ ചേട്ടൻ പറഞ്ഞു, ഞാനൊരു ബിസിനസ് ചെയ്യുകയാണ്. ഞാൻ ചോദിച്ചു, എന്ത് ബിസിനസ്സാണ് ചെയ്യുന്നത്? അപ്പോൾ ചേട്ടൻ പറഞ്ഞു, ഒരു കടയാണ് നടത്തുന്നത്. ഞാൻ പറഞ്ഞു, അങ്ങനെയല്ലല്ലോ ചേട്ടൻ, അതിൻ്റെ പുറകിൽ വേറെന്തോ ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, ഇല്ല, അങ്ങനെ ഒന്നും ചെയ്യണില്ല. ഞാൻ പറഞ്ഞു, ചേട്ടൻ ഈ പൈസ ഉണ്ടെന്നായിട്ടാണല്ലോ കാണുന്നത്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, ബ്രദറെ, അതെ, എൻ്റെ വീട്ടിലും അറിയത്തില്ല, എൻ്റെ മെയിൻ ബിസിനസ് എന്നതാണ് ബ്ലേഡാണ്. പൈസ അന്യായ പലിശയ്ക്ക് പൈസ കടം കൊടുക്കുന്ന പരിപാടിയാണ് എൻ്റേത് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ, ഈശോ ഇന്ന് ആവശ്യപ്പെടുന്നത് ഈ ബിസിനസ് നിർത്തിക്കഴിഞ്ഞാൽ ചേട്ടൻ്റെ ജീവിതം എല്ലാം ഓക്കെ ആവും. അപ്പോൾ ചേട്ടന് യെസ് ഒക്കെ പറഞ്ഞ് പോയി. പക്ഷേ ചേട്ടൻ ആ ബിസിനസ് കണ്ടിന്യൂ ചെയ്തു. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ വർഷം ഞാൻ അറിയാനിടയായത് ആ ചേട്ടൻ്റെ വീട് ഉൾപ്പെടെ എല്ലാം ഇന്ന് ജപ്തി ചെയ്തുകൊണ്ട് സർക്കാർ അല്ലെ ബാങ്ക് കൊണ്ടുപോയി. അങ്ങനെ കംപ്ലീറ്റ് ജീവിതത്തിൽ പരാജയപ്പെട്ട ഒരു ജീവിതമായിട്ട് ആ ചേട്ടൻ്റെ ജീവിതം മാറി. സ്വയം എടുത്ത ഒരു തീരുമാനം അല്ലേ, ആ തീരുമാനത്തിൽ ആ ജീവിതം, ആ കുടുംബം ഇന്ന് വലിയ പരാജയത്തിലൂടെ കടന്നു പോകുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. പറഞ്ഞേ ഹല്ലേലൂയാ. നമുക്ക് 4 പേരോട് സംസാരിക്കാൻ പറ്റും. ആദ്യമായിട്ട് ദൈവത്തോട് സംസാരിക്കാം, രണ്ടാമതായിട്ട് സാത്താനോട് സംസാരിക്കാം, മൂന്നാമതായിട്ട് പരസ്പരം സംസാരിക്കാം, 4ാമത് സ്വയം ആലോചിച്ച് തീരുമാനമെടുക്കാം. ചോയ്സ് ഈസ് യുവേഴ്സ്. നിങ്ങൾക്ക് തീരുമാനിക്കാം എന്ത് വേണമെന്ന് ഇന്ന് ഈ ക്ലാസ് കഴിഞ്ഞിട്ട്. ഇനി ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ പ്രിയപ്പെട്ടവരെ? നമ്മൾ തീരുകയല്ല, ഒരു നിമിഷം ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ പോവുക. അടുത്ത ഒരു ചെറിയൊരു സെഷനിലേക്ക് കിടക്കുന്നതിന് മുന്നേ 2 കരങ്ങളൊന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചേ. ഞാൻ ആരോടാണ് ഇന്ന് സംസാരിക്കുക? ഞാൻ ഇന്ന് എങ്ങനെയാണ് തീരുമാനങ്ങൾ എടുക്കുക? ഞാൻ എൻ്റെ ദൈവത്തോട് ആലോചന ചോദിച്ചിട്ടാണോ തീരുമാനങ്ങൾ എടുക്കുക? അതോ ഞാൻ എൻ്റെ വീട്ടുകാരോടും എൻ്റെ നാട്ടുകാരോടും എൻ്റെ കൂട്ടുകാരോടും ഒക്കെ ആലോചിച്ച് മാത്രമാണോ ഞാനിന്ന് തീരുമാനമെടുക്കുക? പ്രിയപ്പെട്ടവരെ, അതോ ഞാൻ സ്വയം അങ്ങനെ അങ്ങോട്ട് ആലോചിച്ച് എനിക്ക് മനസ്സിൽ തോന്നുന്നത് പോലെ തോന്നുന്ന തീരുമാനമെടുത്ത് പോകുന്ന ഒരു വ്യക്തിയാണോ ഞാൻ? മനസ്സിലൊന്ന് ചോദിച്ചു നോക്കിക്കേ. അതോ ദൈവത്തോട് ആലോചന ചോദിക്കുന്ന ഒരു വ്യക്തിയാണോ ഞാൻ?
അബ്രഹാം ദൈവത്തോട് ആലോചന ചോദിച്ച വ്യക്തിയാണ്. മോശ ദൈവത്തോട് ആലോചന ചോദിച്ച വ്യക്തിയാണ്. ഈശോയുടെ ശിഷ്യന്മാർ ദൈവത്തോട് ആലോചന ചോദിച്ചവരാണ്. പരിശുദ്ധ അമ്മ ദൈവത്തോട് ആലോചന ചോദിച്ചവളാണ്. പ്രിയപ്പെട്ടവരെ, അവരൊക്കെയാണ് അവരുടെ ജീവിതങ്ങളിൽ വിജയിച്ചിട്ടുള്ളത്. ഇന്ന് ഏതെങ്കിലും പരാജയത്തിന്റെ കയ്പുനീര് കുടിക്കുന്ന ഒരു കുടുംബമാണോ നിന്റേത്? ഏതെങ്കിലും മേഖലകളിൽ ഒരു ഫെയിലർ ഉണ്ടായിട്ടുണ്ടോ? ചിന്തിച്ചു നോക്കിക്കേ. തീരുമാനമെടുത്തപ്പോൾ ദൈവത്തോട് ആലോചന ചോദിച്ചിരുന്നോ? ഇല്ലെങ്കിൽ ഈ നിമിഷം മനസ്തപിക്കുക, അനുതപിക്കുക. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിത മേഖലകളെല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഈശോ ആഗ്രഹിക്കുന്ന തീരുമാനമെടുക്കുവാൻ പരിശുദ്ധ അമ്മ എന്നെ സഹായിക്കണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ടെന്ന് പ്രാർത്ഥിച്ചേ. ഹെയിൽ മേരി, full of grace, the Lord is with thee. Blessed art thou amongst women, and blessed is the fruit of thy womb, Jesus. Holy Mary, Mother of God, pray for us sinners now and at the hour of our death. Amen. Hallelujah. വളരെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പെട്ടെന്നിരിക്കാം. പ്രിയപ്പെട്ടവരെ, 1946 ഇറ്റലിയിലുള്ള ഒരു സ്ഥലത്ത് ഒരു ചേട്ടൻ ഒരു ചോക്ലേറ്റ് കട തുടങ്ങി. 1946 ആ ചേട്ടന്റെ പേര് പീറ്റർ എന്നായിരുന്നു. അങ്ങനെ ആ ചോക്ലേറ്റ് കടയൊക്കെ തുടങ്ങി. അത് കുറച്ചങ്ങോട്ട് നല്ല രീതിയിൽ വികസിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ചേട്ടൻ്റെ മൂത്ത മോൻ മൈക്കിൾ എന്ന് പറഞ്ഞ പേരുള്ള മോൻ ആ ബിസിനസ് ഏറ്റെടുത്തു. ഈ മൈക്കിളിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. മൈക്കിൾ വലിയ മരിയ ഭക്തനായിരുന്നു. അടിക്കടി ലൂർദിൽ പോയി പ്രാർത്ഥിക്കും. അങ്ങനെ പരിശുദ്ധ അമ്മയോട് എപ്പോഴും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും, എന്താ ചെയ്യണം. അപ്പൊ അങ്ങനെ ഈ മൈക്കിള് ലൂർദിൽ പോയി പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഈശോ 2 കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അതിൽ ഒന്നാമത്തെ കാര്യം ഇങ്ങനെയായിരുന്നു, നിന്റെ ചോക്ലേറ്റിന്റെ പേര് മാറ്റണം. ചോക്ലേറ്റിന്റെ പേര് എന്നായിരുന്നറിയാമോ? ഫെരേരോ എന്നായിരുന്നു. ആ പേര് ഫെരേരോ റോഷെ എന്നാക്കി മാറ്റി. ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ ഐഡിയ കിട്ടി, നിങ്ങളുടെ എല്ലാ മുഖത്തൊരു ചിരി വരുന്നുണ്ട്. ആ ചോക്ലേറ്റിന്റെ ടേസ്റ്റ് നിങ്ങളുടെ മുഖത്തൊന്നും ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ട്. അങ്ങോട്ട് നോക്കിയാൽ കാണാനും പറ്റും അല്ലേ? പ്രിയപ്പെട്ടവരെ, ഈ ചോക്ലേറ്റിന്റെ പേര് ഫെരേരോ എന്നുള്ളത് ഫെരേരോ റോഷെ എന്നാക്കണം. 2, ചോക്ലേറ്റിന്റെ ഷേപ്പ് ഒന്ന് മാറ്റണം. പ്രിയപ്പെട്ടവരെ, അതെന്തിന്റെ ഷേപ്പ്? അത് ലൂർദിലെ ഗ്രോട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പാറക്കെട്ടുകൾ നിറഞ്ഞതിന്റെ നടുവിലല്ലേ പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ടത്? ആ ലൂർദിലെ ഗ്രോട്ടോയുടെ ഷേപ്പ് പോലെ കണ്ടോ? വളരെ ഇങ്ങനെ ഒരു ഷേപ്പുള്ള ഒരു ചോക്ലേറ്റ് നിങ്ങൾ കണ്ടുണ്ടോ? എല്ലാം വളരെ സ്മൂത്ത് ആയിരിക്കും, നല്ല ഷേപ്ഡ് ആയിരിക്കും അല്ലേ? ഇങ്ങോട്ട് നോക്കിക്കേ. അങ്ങനെ പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയിലൂടെ ആ ചോക്ലേറ്റിന്റെ ഷേപ്പും മാറ്റി, പേരും മാറ്റി. ഇങ്ങോട്ട് നോക്കിക്കേ പ്രിയപ്പെട്ടവരെ. പിന്നെ റോക്കറ്റ് പോകുന്നത് പോലെ ആ ബിസിനസ് അങ്ങോട്ട് ഡെവലപ്പ് ചെയ്തു. ഇന്ന് 140 രാജ്യങ്ങളിൽ ലോകത്തിലെ നമ്പർ 1 ചോക്ലേറ്റ് ആയിട്ട് ഫെരേരോ റോഷെ മാറി. ഞാനൊരു പരസ്യം പറയുകയല്ല കേട്ടോ പ്രിയപ്പെട്ടവരെ. പരിശുദ്ധ അമ്മയുടെ ശക്തമായ മധ്യസ്ഥതയെക്കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരിക ഞാൻ. പ്രിയപ്പെട്ടവരെ, ഈ മൈക്കിൾ ഫെരേരോ എന്ന് പറയുന്ന വ്യക്തി തന്റെ 89ാമത്തെ വയസ്സിൽ 2015 മരിക്കുമ്പോൾ ഒരു കാര്യം പറഞ്ഞു, പരിശുദ്ധ അമ്മ ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ന് എന്റെ ബിസിനസ് ഉണ്ടാകുമായിരുന്നില്ല. പറഞ്ഞേ ഹല്ലേലൂയ. 14 ഫാക്ടറികൾ ലോകത്തിലുടനീളം ഈ ഫെരേരോ റോഷെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫാക്ടറികളുണ്ട്. ആ 14 ഫാക്ടറികളിലും പരിശുദ്ധമ്മയുടെ ഒരു വലിയ സ്റ്റാച്യു മൈക്കിൾ ഫെരേരോ സ്ഥാപിച്ചിട്ടുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നിന്റെ കുടുംബത്തെ പരിശുദ്ധ അമ്മയിൽ ഉറപ്പിക്കുമ്പോൾ നിന്റെ കുടുംബം, നിന്റെ ബിസിനസ് പരിശുദ്ധ അമ്മ താലോലിച്ച് വളർത്തിക്കോളും. പറഞ്ഞേ ഹല്ലേലൂയ. ഫെരേരോ റോഷെ കഴിക്കാത്ത ആരെല്ലാം ഉണ്ടോ ഇവിടെ? ഓർക്കുക, ഓരോ പ്രാവശ്യം കഴിക്കുമ്പോഴും ആരെ ഓർക്കണം? പരിശുദ്ധ അമ്മയെ ഓർക്കണം. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മ പറഞ്ഞിരിക്കുന്ന 5 കാര്യങ്ങൾ ബൈബിളിലുണ്ട്. അതുകൂടെ പറഞ്ഞിട്ട് പെട്ടെന്ന് നമ്മൾ ടോക്ക് അവസാനിപ്പിക്കുകയാണ്, സമയക്കുറവുണ്ട്. പരിശുദ്ധമ്മ 5 കാര്യങ്ങൾ മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. മറിയത്തിന്റെ സ്തോത്രഗീതമല്ല കേട്ടോ, അതൊരു പ്രാർത്ഥനയാണ്. അത് കൂടാതെ 5 സ്ഥലങ്ങളിൽ മാത്രമേ പരിശുദ്ധമ്മ സംസാരിച്ചിട്ടുള്ളൂ. പെട്ടെന്ന് നമ്മൾ നോക്കുകയാണ്. ഒന്നാമത്തെ കാര്യം ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 34-ാമത്തെ വചനം. അവിടെ പറയുകയാണ്, ഇതെങ്ങനെ സംഭവിക്കും. കോണ്ടെക്സ്റ്റ് ഒക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? ഗബ്രിയേൽ ദൂതൻ വന്ന് മംഗളവാർത്ത അറിയിച്ചപ്പോൾ പരിശുദ്ധമ്മ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇതെങ്ങനെ സംഭവിക്കും? ഇങ്ങോട്ട് നോക്കിക്കേ. നിന്റെ ജീവിതത്തിൽ അനേകം പ്രാവശ്യം ചോദിച്ചിട്ടില്ലേ, ഇതെങ്ങനെ സംഭവിക്കും? പഠിക്കുന്ന പിള്ളേർ ചോദിക്കാറുണ്ട്, ബ്രദറെ ഒന്നും പഠിച്ചിട്ടില്ല, പഠിച്ചിട്ട് ഒന്നും തലയ്ക്കകത്ത് കയറുന്നുമില്ല, ഈ പരീക്ഷയ്ക്ക് ഞാൻ ജയിക്കുമോ, ഇത് സംഭവിക്കുമോ? കല്യാണം കഴിച്ച് കുറേ വർഷങ്ങളായിട്ടും കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ ചോദിക്കും, ബ്രദറെ ഞങ്ങൾക്കൊരു കുഞ്ഞ് ഉണ്ടാകുമോ? സാമ്പത്തികമായിട്ട് അമ്പേ പരാജയപ്പെട്ട് ബിസിനസ് ഒക്കെ ചെയ്ത് പരാജയപ്പെട്ടവർ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ ചോദിക്കും, ഇനി ഞങ്ങൾക്കൊരു ഉയർച്ച ഉണ്ടാകുമോ? പരിശുദ്ധ അമ്മ ചോദിച്ച അതേ ചോദ്യം ഇന്ന് നമ്മളിൽ അനേകം പേര് നമ്മുടെ ജീവിതങ്ങളിൽ അനേക പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് അല്ലേ പ്രിയപ്പെട്ടവരെ? ഇതിനുള്ളൊരു മറുപടി സുവിശേഷം നമുക്ക് തരുന്നുണ്ടല്ലോ. കട സുവിശേഷം തൊട്ട് താഴെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താ പറഞ്ഞ? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ഇങ്ങോട്ട് നോക്കിയേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. Holy Spirit is the solution for all the problems in our life. Holy Spirit is the answer for all your questions in your life.
പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തിപ്പെടുത്തും, പരിശുദ്ധാത്മാവ് നമ്മളെ ബലപ്പെടുത്തും, പരിശുദ്ധാത്മാവ് നമ്മളെ തീരുമാനമെടുക്കാൻ സഹായിക്കും, പരിശുദ്ധാത്മാവ് നമുക്ക് സൗഖ്യം തരും, പരിശുദ്ധാത്മാവ് നമുക്ക് വിടുതൽ തരും, പരിശുദ്ധാത്മാവ് നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കും, പരിശുദ്ധാത്മാവ് നിന്റെ തലമുറകളെ അനുഗ്രഹിക്കും. പരിശുദ്ധാത്മാവ് അസാധ്യമായതിനെ സാധ്യമാക്കും. വലതുകൈ ഉയർത്തി പറഞ്ഞാട്ടെ ഹല്ലേലൂയ. ഇത് എങ്ങനെ സംഭവിക്കുമെന്ന് ആലോചിച്ച് തല പൊട്ടിച്ചാണോ ഇന്ന് കൺവെൻഷന് വന്നിരിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, പേടിക്കണ്ട, അത് പരിശുദ്ധാത്മാവ് ഏറ്റെടുത്ത് കഴിഞ്ഞു. ഹല്ലേലൂയ. കുറച്ച് നാളുകൾക്ക് മുന്നേ ഒരു ചേട്ടനും ചേച്ചിയും പ്രാർത്ഥിക്കാനായിട്ട് വിളിച്ചു, നാട്ടിൽ നിന്ന്. അവരുടെ പ്രശ്നം ഇതാണ്, ഈ ചേച്ചിക്ക് ഒരു 40-45 വയസ്സുണ്ട്, 2 കിഡ്നിയും 20% വർക്ക് ചെയ്യുന്നുള്ളൂ. ക്രിയേറ്റിൻ ലെവൽസ് 8.99 ആയി. ക്രിയേറ്റിൻ ലെവൽസ് നോർമൽ എത്രയെന്നറിയാമോ? ഇറ്റ് ഷുഡ് ബി ബിലോ 1 അല്ലേ? ശരിയാണോ? ഡോക്ടേഴ്സൊക്കെ ഉണ്ടെങ്കിൽ നഴ്സസ് കൊണ്ട് അറിയായിരിക്കും അല്ലേ? ക്രിയേറ്റിൻ ലെവൽ ഷുഡ് ബി ബിലോ 1. ക്രിയേറ്റിൻ ലെവൽസ് 9 ആണ്. ദേഹമാകെ നീര് വെച്ചു, ഭയങ്കരമായ ശ്വാസം മുട്ടല്. ഇപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു 1 ലിറ്റർ വെള്ളമാണ് പരമാവധി, അത് തന്നെ പരമാവധിയാണ്, അതിൽ കൂടുതൽ കുടിക്കാൻ പാടില്ല, യാത്ര ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ അവസാനം ഡോക്ടർ പറഞ്ഞു ഇനി ഒരൊറ്റ വഴിയേ ഉള്ളൂ, എന്താണ്? ഡയാലിസിസ്. വേറെ ഒരു മാർഗവുമില്ല. പ്രിയപ്പെട്ടവർ, ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഈ ക്വസ്റ്റ്യനാണ് പെട്ടെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് കാണിച്ചു തന്നത്. ഇനി എന്ത്? ഇത് നടക്കുമോ? ഇത് നടക്കുമോ? പ്രിയപ്പെട്ടവരെ, ഞാൻ അവരോട് ചോദിച്ചു, പ്രാർത്ഥിച്ചാൽ ദൈവം ഇടപെടുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? അപ്പോൾ അവർ പറഞ്ഞു ഉണ്ട് ബ്രദറെ, ഉറപ്പായിട്ടും ദൈവം ഇടപെടുന്ന ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. അപ്പോൾ പെട്ടെന്ന് ആ കപ്പിളിൻ്റെ ഒരു മോളുണ്ട്, ആ മോള് ചോദിച്ചു ഇതെങ്ങനെ നടക്കും ബ്രദറെ? കാരണം യാത്ര ചെയ്യാൻ പറ്റത്തില്ല, ഇത്രയും ക്രിയേറ്റിൻ ലെവൽസ് കൂടിയിരിക്കുന്നു, ഉടനെ തന്നെ പോയി ഫിസ്റ്റുല ഇടണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, കാരണം ഡയാലിസിസ് നെക്സ്റ്റ് വീക്ക് തുടങ്ങണം. ഇതൊക്കെ നടക്കുമോ? ഞാൻ പറഞ്ഞു നടക്കും, നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നടക്കുമെന്ന് പറഞ്ഞു. 2 കാര്യങ്ങൾ ഇവർക്ക് വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു കൊടുത്തു. ഒന്ന്, കേരളത്തിലെ തന്നെ പ്രമുഖമായ ഒരു പരിശുദ്ധമ്മയുടെ തീർത്ഥാടന കേന്ദ്രത്തിൽ പോയി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. 2, എത്രയും അടുത്ത സമയത്ത് ഈ 2 പേര് ഹസ്ബൻഡും വൈഫും ഒരു താമസിച്ചുള്ള ധ്യാനം കൂടാനായിട്ട് ഇവരെ പറഞ്ഞു വിട്ടു. ഈ 2 കാര്യങ്ങളും മുടക്കം കൂടാതെ ഇവർ ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ച ആ വ്യക്തിയുടെ ക്രിയേറ്റിൻ ലെവൽസ് ഇപ്പോൾ ബിലോ 5 ആയിരിക്കുന്നു. നീരെല്ലാം ഇന്ന് മാറി, ശ്വാസമുട്ടലെല്ലാം മാറി, അനുദിനം ദേവാലയത്തിൽ പോയി പ്രാർത്ഥിക്കാൻ സാധിക്കുന്നു. വലിയ സൗഖ്യത്തിന്റെ വഴിയിലൂടെ ദൈവം ഇന്ന് അവരെ കരം പിടിച്ച് നടത്തുന്നു. ഒന്ന് കരമടിച്ചു, ഒന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തിക്കേ. വെറും 20% മാത്രം വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കിഡ്നികൾ വർക്ക് ചെയ്യാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ക്രിയേറ്റിൻ ലെവൽസ് താഴാൻ തുടങ്ങി, നീര് മാറാൻ തുടങ്ങി, ശ്വാസമുട്ടൽ മാറാൻ തുടങ്ങി. തൻ്റെ അനുദിന കാര്യങ്ങൾ ചെയ്യാൻ തക്കവണ്ണം ആ സഹോദരിയെ ദൈവമായ കർത്താവ് അനുഗ്രഹിച്ചു. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ദൈവപൈതലേ, ഇതെങ്ങനെ സംഭവിക്കും? എൻ്റെ ജീവിതത്തിലേക്ക് ഈശോ ഇടപെടുമോ? എനിക്കൊരു കുഞ്ഞുണ്ടാകുമോ? ഈ രോഗത്തിൽ നിന്ന് എനിക്കൊരു സൗഖ്യം ലഭിക്കുമോ? എനിക്ക് COS കിട്ടുമോ? എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് ഈ ആലയത്തിലേക്ക് ഇന്ന് വന്നിരിക്കുന്നതെങ്കിൽ അതിനുള്ള ഉത്തരം ഒന്നേ ഉള്ളൂ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. പറഞ്ഞേ ഹല്ലേലൂയ. രണ്ടാമതായിട്ട് പരിശുദ്ധമ്മ പറഞ്ഞിരിക്കുന്നത് ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 38-ാമത്തെ വചനമാണ്. അറിയാവുന്നവരെന്ന് പറയാമോ? ലൂക്ക 1:38. പിൻ ഡ്രോപ്പ് സൈലൻസ്. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ. നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് വായിക്കാമോ അത്? പ്രിയപ്പെട്ട, ഇങ്ങോട്ട് നോക്കിയേ. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ ഭാവിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, പലരും പറയാറുണ്ട്, ഞാൻ ദൈവത്തിൻ്റെ വചനം വായിക്കുന്നയാളാണ്, ബൈബിൾ വായിക്കുന്നയാളാണ്, പ്രാർത്ഥിക്കുന്നയാളാണ്, ദേവാലയത്തിൽ പോകുന്നയാളാണ്, കുദാശാനുഷ്ഠിതമായിട്ട് ജീവിക്കുന്ന വ്യക്തിയാണ്. പക്ഷെ എന്നിട്ടും എന്തേ ദൈവം എൻ്റെ ജീവിതത്തിലേക്ക് ഇടപെടാത്തത്? പ്രിയപ്പെട്ടവരെ, ഈ വചനം നമുക്കൊരു ഗൈഡൻസ് ആണ്. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ ഭാവിക്കട്ടെ എന്ന് വെച്ചാൽ അർത്ഥം അറിയാമോ? ദൈവത്തിൻ്റെ വചനം എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കണം. ഞാൻ ആദ്യം ആരായിട്ട് മാറണം? ഒരു ദാസനായി, ഒരു ദാസിയായിട്ട് മാറുമ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനം പ്രവർത്തിക്കുക. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇങ്ങോട്ട് നോക്കിക്കുക പ്രിയപ്പെട്ടവരെ, ഹവ്വ സൃഷ്ടിക്കപ്പെട്ടപ്പോൾ പരിശുദ്ധ അമ്മയെ പോലെ കൃപാവര അവസ്ഥയിലാണ് സൃഷ്ടിക്കപ്പെട്ടത്. ശ്രദ്ധിക്കണം, കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച് ടീച്ച് ചെയ്യുന്ന കാര്യമാണ്. ആദ്യ മാതാപിതാക്കന്മാരെ ദൈവമായ കർത്താവ് സൃഷ്ടിച്ചപ്പോൾ കൃപാവര അവസ്ഥയിലാണ് സൃഷ്ടിച്ചത് എന്ന് കാത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുന്നു. പക്ഷെ പ്രിയപ്പെട്ടവരെ, എന്നാണോ ഈ എളിമയുടെ മനോഭാവം വെടിഞ്ഞ് ദൈവത്തെ പോലെ ആകാനായിട്ട് ഹവ്വ തീരുമാനമെടുത്തത്, അപ്പോൾ മുതൽ അവരുടെ ജീവിതത്തിൽ പരാജയം തുടങ്ങി. എന്നാൽ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കുക, പരിശുദ്ധ അമ്മയിൽ എപ്പോഴും ഉണ്ടായിരുന്ന മനോഭാവം എന്താ? ഒരു ദാസിയുടെ മനോഭാവമാണ് ഉണ്ടായിരുന്നത്. ഈശോ അതിനെക്കുറിച്ച് വളരെ മനോഹരമായിട്ട് പറയുന്നുണ്ട്, വചനം പറയുന്നുണ്ട്. പ്രിയപ്പെട്ട, അതിങ്ങനെ പറയുന്നത്, നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ദാസനാകണം.
നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ദാസനാകണം, അല്ലെങ്കിൽ ശുശ്രൂഷകനാകണം. എന്നിട്ട് പറയുകയാണ് ഈശോ, മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനും അനേകരുടെ മോചനദ്രവ്യമായി സ്വജീവൻ സമർപ്പിക്കാനും അത്രേ. പ്രിയപ്പെട്ടവരെ, ഇങ്ങോട്ട് നോക്കിക്കേ, പരിശുദ്ധം നമ്മളെ പഠിപ്പിക്കുന്ന വലിയൊരു പാഠമുണ്ട്. നീ എന്നാണ് ഒരു ദാസനായിട്ട് മാറുന്നത് എന്ന് വെച്ചാൽ ഇങ്ങോട്ട് നോക്കണം. ഒരു ഭർത്താവിൻ്റെ മുമ്പിൽ ഒരു ഭാര്യ ദാസിയായിട്ട് മാറുമ്പോൾ, ഒരു ഭാര്യയുടെ മുമ്പിൽ ഒരു ഭർത്താവ് ഒരു ദാസ്യനായി മാറുമ്പോൾ, ഒരു ദാസിയായി മാറുമ്പോൾ, കുഞ്ഞുങ്ങൾ മാതാപിതാക്കന്മാരുടെ മുമ്പിൽ ഒരു ദാസനായി ദാസിയായി മാറുമ്പോൾ, അപ്പോഴാണ് ആ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടതായിട്ട് മാറുക. ദൈവത്തിൻ്റെ വചനം ആ കുടുംബത്തിലേക്ക് കടന്നു വരിക. പറഞ്ഞേ ഹല്ലേലൂയ. മൂന്നാമതായിട്ട് പരിശുദ്ധ അമ്മ പറഞ്ഞിരിക്കുന്ന എവിടെയാണെന്നറിയാമോ? ലൂക്കായുടെ സുവിശേഷത്തിലാണ് പറഞ്ഞിരിക്കുക. മൂന്നാമതായിട്ട് പരിശുദ്ധമ്മ പറഞ്ഞുവെന്ന് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ലൂക്കായുടെ സുവിശേഷത്തിലാണ്. അതിൻ്റെ 2-ാമത്തെ അധ്യായത്തിൽ 48-ാമത്തെ തിരുവചനം. ഈശോയെ ജെറുസലേമിൽ കാണാതെ പോകുമ്പോൾ, പ്രിയപ്പെട്ടവരെ ഇങ്ങോട്ട് നോക്കിക്കേ, ഈശോയെ കണ്ടു കിട്ടി കഴിയുമ്പോൾ ഈശോയോട് പരിശുദ്ധ അമ്മ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഒന്ന് വായിക്കാമോ? അവനെ കണ്ടപ്പോൾ മാതാപിതാക്കൾ വിസ്മയിച്ചു. അവൻ്റെ അമ്മ അവനോട് പറഞ്ഞു, മകനെ, നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ത്? നിന്റെ പിതാവും ഞാനും ഉത്കണ്ഠയോടെ നിന്റെ പിതാവും ഞാനും ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുക. അറിഞ്ഞോട്ട് നോക്കിക്കേ, ഇന്ന് എന്താ പ്രിയപ്പെട്ട ദൈവപൈതലേ നീ ഉത്കണ്ഠയോടെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക? 6-ാം ക്ലാസ്സിലുള്ള മക്കളുണ്ടെങ്കിൽ അമ്മമാർ ഉത്കണ്ഠയോടെ അന്വേഷിക്കുന്നതെന്നറിയാമോ? ഏതാ ഒരു ഗ്രാമർ സ്കൂളിൽ അഡ്മിഷൻ കിട്ടുക. ശരിയാണോ ഞാൻ പറഞ്ഞേ? എല്ലാ അമ്മമാരുടെ ഒരു കൺസേൺ ആണ്, എങ്ങനെയെങ്കിലും ഒരു ഗ്രാമർ സ്കൂളിൽ എൻ്റെ കൊച്ചിന് സെക്കൻഡറി സ്കൂളിൽ അഡ്മിഷൻ കിട്ടണം, അല്ലേ? +2 അല്ല, ഇവിടെ എ ഗ്രേഡ് എന്നാ പറയുന്നത്? +2 എന്നാ പറയുന്നത്? എ ലെവൽ കഴിഞ്ഞ ഒരു മാതാവിനോടോ പിതാവിനോടോ നിങ്ങൾ ചോദിച്ചോ, എങ്ങനെയാണ് എൻ്റെ മോന് അല്ല എൻ്റെ മോക്ക് ഒരു മെഡിസിന് അഡ്മിഷൻ കിട്ടുന്നത്? UK കിട്ടിയാൽ നല്ലതായിരുന്നു ബ്രദറെ, അതല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് എവിടെ ജോർജിയയിലോ അല്ലേ എവിടെയെങ്കിലും ഒക്കെ കിട്ടിയാണെങ്കിൽ നല്ലതായിരുന്നു എന്ന് അവർ പറയും. പ്രിയപ്പെട്ടവരെ, മെഡിസിൻ എല്ലാം കഴിഞ്ഞിരിക്കുന്ന ഒരു മോനോ മോളോ ഉണ്ടെങ്കിൽ അവർ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ ചോദിക്കും, ബ്രദറെ എങ്ങനെയും ഒരു നല്ല പയ്യനെ, ഒരു നല്ല പെങ്കൊച്ചിനെ കിട്ടുകയാണെങ്കിൽ ഞങ്ങളിപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? ശരിയല്ലേ? നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമ്മ നമ്മളോട് പറയുന്നുണ്ട്, നീ ഉത്കണ്ഠയോടെ അന്വേഷിക്കണം. പക്ഷെ എന്ത് അന്വേഷിക്കണമെന്നാണ് പരിശുദ്ധമ്മ പറയുന്നത്? ഇങ്ങോട്ട് നോക്കിക്കേ, ഇന്ന് ക്രൈസ്തവ കുടുംബങ്ങളിൽ നിന്ന് വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക, അല്ലേ? ശരിയല്ലേ? വിശുദ്ധി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ക്രൈസ്തവ കുടുംബങ്ങളിൽ നിന്ന് സ്നേഹം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ഇന്ന് നമ്മുടെ ഹൃദയത്തിൽ നിന്നും പരിശുദ്ധാത്മാവ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. പരിശുദ്ധാത്മ എന്നോടും നിങ്ങളോടും ഇന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, അതാണ് നീ ഉത്കണ്ഠയോടെ അന്വേഷിക്കേണ്ടത്. വലതുകരവർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഉത്കണ്ഠയോടെ അന്വേഷിക്കണം പ്രിയപ്പെട്ടവരെ, ഇത് അന്വേഷിക്കേണ്ട സമയമാണ്. ഇനി എങ്ങനെ അന്വേഷിക്കണമെന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എങ്ങനെയാണ് അന്വേഷിക്കേണ്ടതെന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അത് ലൂക്കായുടെ സുവിശേഷത്തിലാണ് പറയുന്നത്. അതിൻ്റെ 15-ാമത്തെ അധ്യായം 8-ാമത്തെ തിരുവചനം. ലൂക്കായുടെ സുവിശേഷം അതിൻ്റെ 15-ാമത്തെ അധ്യായം അതിൻ്റെ 8-ാമത്തെ തിരുവചനം. അത് ഒന്ന് കാണിക്കാമോ? ലൂക്കായുടെ സുവിശേഷം 15:8 ഒന്ന് വായിക്കാമോ എല്ലാവരും ചേർന്ന്? ഏതു സ്ത്രീയാണ് തനിക്ക് 10 നാണയം ഉണ്ടായിരിക്കെ അതിലൊന്ന് നഷ്ടപ്പെട്ടാൽ വിളക്ക് കൊളുത്തി വീടടിച്ചു വാരി അത് കണ്ടുകിട്ടുവോളം ഉത്സാഹത്തോടെ അപ്പൊ എങ്ങനെ അന്വേഷിക്കണം? 2-3 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. 10 നാണയം ഉണ്ടായിരിക്കും, അല്ലേ? എന്താണ് ഈ 10 നാണയം? ആരെങ്കിലും പറയാമോ? 10 നാണയം പ്രിയപ്പെട്ടവരെ 10 കൽപ്പനകളാണ്. ദൈവം തന്നിരിക്കുന്ന 10 കൽപ്പനകളിൽ ഏതെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് ഇന്ന് ദൈവത്തിന്റെ സന്നിധി ഇരിക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം. 1-ാം പ്രമാണ ലംഘനമാണോ? 6-ാം പ്രമാണ ലംഘനമാണോ? ഏത് നാണയമാ എൻ്റെ ദൈവ പൈതലെ നിന്റെ ജീവിതത്തിൽ നിന്ന് ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നത്? അങ്ങനെ നഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ 3 രീതിയിൽ അന്വേഷിക്കണം. ഒന്നാമത് എങ്ങനെയെന്നറിയാമോ? വിളക്ക് കൊളുത്തി അന്വേഷിക്കണം. വീട്ടിൽ വിളക്കുണ്ടോ? പണ്ടാണെങ്കിൽ ഉണ്ടായിരുന്നല്ലേ, മണ്ണെണ്ണ ഒഴിച്ചുള്ള വിളക്ക്, തിരി കത്തിച്ചു വെച്ചുള്ള വിളക്ക്. ഇന്ന് സ്വിച്ച് ഇടുമ്പോഴേ ലൈറ്റ് കത്തും. പ്രിയപ്പെട്ടവരെ, വിളക്കുണ്ട്. എന്താണ് വിളക്ക്? ദൈവത്തിന്റെ വചനമാണ്. സങ്കീർത്തനം 119, 105 അവിടുത്തെ വചനം എൻ്റെ പാദത്തിന് വിളക്കും വഴികളിൽ പ്രകാശവുമാണ്. സങ്കീർത്തനം 119, 130 വചനത്തിന്റെ ചുരുളഴിയുമ്പോൾ പ്രകാശം പരക്കുന്നു, എളിയവർക്കത് അറിവ് പകർന്നു കൊടുക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 12-ാം തിരുവചനം, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്, എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല, അവനിൽ ജീവന്റെ പ്രകാശം ഉണ്ടായിരിക്കും. വിളക്ക് തെളിക്കണം. അപ്പൊ എന്താ വിളക്ക്? വചനം. അപ്പൊ എന്ത് കയ്യിലെടുക്കണം? ബൈബിള് കയ്യിലെടുക്കണം. പ്രിയപ്പെട്ടവരെ, വചനമാകുന്ന വിളക്ക് കയ്യിലെടുക്കണമെന്നാണ് അവിടെ ഈശോ പറയുന്നത്. 2, വചനം, വിളക്ക് തെളിക്കണം. പിന്നെ വീട് അടിച്ചു വാരണം. ഏതാണ് വീട്?
ഏതാണ് വീട്? നാട്ടിൽ പണിതിരിക്കുന്ന 3000-4000 സ്ക്വയർ ഫീറ്റിന്റെ വീടിന്റെ കാര്യമാണോ ഈശോ ഉദ്ദേശിച്ചേ? അതല്ലെങ്കിൽ ഇവിടെ വാങ്ങിച്ചിരിക്കുന്ന ഡിറ്റാച്ച്ഡ് ഹൗസിന്റെ കാര്യമാണോ? പിന്നെ എന്താണ് വീട്? 1 കൊരിന്തോസ് 3:16 നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? നോക്കിക്കേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശരീരം, നമ്മുടെ ജീവിതം ഇതൊന്ന് അടിച്ചു വാരണം. എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ നമുക്ക് അടിച്ചു വാരാൻ പറ്റുന്നത്, ക്ലീൻ ആക്കാൻ പറ്റണേ? അതിനാണ് കുറച്ച് പേര് അവിടെ ക്യൂ നിൽക്കുന്നത്. എന്തിനാ? എങ്ങനെ അടിച്ചു വാരുക? കുംഭസാരം എന്ന കൂദാശ സ്വീകരിക്കുമ്പോൾ ഓരോ പ്രാവശ്യവും നിന്റെ ശരീരമാകുന്ന ഈ വീട് നീ അടിച്ചു വാരിക്കൊണ്ടിരിക്കുക പ്രിയപ്പെട്ടവരെ. പാപവും മ്ലേച്ഛതയും ലോകത്തിന്റെ സ്വഭാവങ്ങളുമെല്ലാം അവിടെ കഴുകി വൃത്തിയാക്കി ഈശോ തന്റെ തിരുരക്തത്താൽ കഴുകി നല്ല പുതിയ വസ്ത്രം ധരിപ്പിച്ച് അനേകം മക്കൾ ഈ ഹോളിലേക്ക് തിരിച്ചു വരിക. വളരെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വീടടിച്ചു വരണം. 3-ാമത് ഉത്സാഹത്തോടെ അന്വേഷിക്കണം. ഇങ്ങോട്ട് നോക്കിക്കേ, ഓരോ 2-ാം ശനിയാഴ്ച കൺവെൻഷനും നീ ഉത്സാഹത്തോടെ ഇവിടെ കടന്നു വരുമ്പോൾ നീ അന്വേഷിക്കുകയാണ്. ഓരോ കുർബാനയ്ക്കും നീ ഉത്സാഹത്തോടെ പോകുമ്പോൾ നീ അന്വേഷിക്കുകയാണ്. ഓരോ പ്രാവശ്യവും ഉത്സാഹത്തോടെ യൂട്യൂബിൽ ഒരു ടോക്ക് കേൾക്കുമ്പോൾ നീ അന്വേഷിക്കുകയാണ്. അതേ പ്രിയപ്പെട്ടവരെ, വിളക്ക് കൊളുത്തണം, വീടടിച്ചു വാരണം, ഉത്സാഹത്തോടെ അന്വേഷിക്കണം. പറഞ്ഞാട്ടെ ഹല്ലേലൂയാ. ഇനി ശ്രദ്ധിക്കണം, എവിടെ അന്വേഷിക്കണം? ഈശോ കാണാതെ പോയ ഈശോ എവിടെ വെച്ചാ കിട്ടിയേ? ജെറുസലേമില് ഷോപ്പിംഗ് ചെയ്തുകൊണ്ടിരുന്നപ്പോ ആണോ? എവിടെ വെച്ചാ കിട്ടിയേ? ദേവാലയത്തിൽ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ എന്തെങ്കിലും കൈമോശം വരുമ്പോൾ, കാണാതെ പോകുമ്പോൾ, ചില സ്വർഗീയ പുണ്യങ്ങൾ, സുഹൃതങ്ങൾ കാണാതെ പോകുമ്പോൾ എവിടെ അന്വേഷിക്കണം? ദേവാലയത്തിൽ അന്വേഷിക്കണം. ജീവിതത്തിൽ കാണാതെ പോകുന്ന കാര്യങ്ങളുണ്ടല്ലോ, അത് വിശുദ്ധിയായിരിക്കാം, പ്രാർത്ഥനയായിരിക്കാം, സ്നേഹമായിരിക്കാം, സുഹൃതങ്ങളായിരിക്കാം, പുണ്യങ്ങളായിരിക്കാം. പ്രിയപ്പെട്ടവരെ, ഷോപ്പിങ്ങിന് പോയാൽ കിട്ടില്ല, 10 ഹോളിഡേയ്സിന് പോയാൽ കിട്ടില്ല, ഒരു 10,000 പൗണ്ട് ഇൻവെസ്റ്റ് ചെയ്താൽ കിട്ടില്ല. പക്ഷെ ഒരിടത്ത് കിട്ടും, അത് ദേവാലയത്തിലാണ്, പരിശുദ്ധ സഭയിലാണ്, പരിശുദ്ധ അമ്മയിലാണ്, കൂദാശകളിലാണ്, ദൈവവചനത്തിലാണ്. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദേവാലയത്തിൽ അന്വേഷിക്കണം. പ്രിയപ്പെട്ടവരെ, കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഒരു ചേട്ടൻ പ്രാർത്ഥിക്കാനായിട്ട് വന്നു. വേറൊരു രാജ്യത്ത് പോയപ്പോഴാണ്. ചേട്ടൻ വന്നിട്ട് ഭയങ്കര കരച്ചിലെല്ലാം കഴിഞ്ഞിട്ട് അവസാനം ഞാൻ ചേട്ടനോട്, ചേട്ടാ എന്താണ് പ്രശ്നം? അപ്പൊ ചേട്ടൻ പറഞ്ഞു, മോൻ്റെ അപ്പനാകാനുള്ള പ്രായം എനിക്കുണ്ട്. ഞാൻ നോക്കിയപ്പോൾ ശരിയാണ്, എന്നെക്കാളും 10-30 വയസ്സെങ്കിലും മൂത്തതാണ് ഈ ചേട്ടന്. എന്നിട്ട് ചേട്ടൻ പറഞ്ഞു, മോനറിയാമോ, എനിക്ക് 2-3 മക്കളുണ്ട്. അതിൽ ഒരു മോള് ഇന്ന് ഒരു തെറ്റായ ബന്ധത്തിലാണ്. ഒരു തരത്തിലും അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അതൊരു അന്യ മതത്തിൽപ്പെട്ട ഒരാളാണെന്ന് മാത്രമല്ല, അത് വേറൊരു രാജ്യത്തു നിന്നുള്ള ഒരു വ്യക്തിയാണ്. എനിക്കൊരു തരത്തിലും ഞങ്ങളുടെ കുടുംബത്തിൽ ഇത് സ്വീകരിക്കാൻ പറ്റണില്ല. മോനെ, എന്താ ചെയ്യണ്ടേ? ആ പിതാവിന് വേണ്ടി പ്രാർത്ഥിച്ചു, ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു പ്രിയപ്പെട്ടവരെ. എന്നിട്ട് ദൈവത്തിന്റെ വചനങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു, പ്രാർത്ഥനയെക്കുറിച്ചെല്ലാം പറഞ്ഞു കൊടുത്തു. പ്രിയപ്പെട്ടവരെ, കുറച്ച് നാളുകൾക്ക് ശേഷം ആ ചേട്ടൻ തിരിച്ച് പ്രാർത്ഥിക്കാനായിട്ട് വന്നപ്പോൾ നല്ല ചിരിച്ചുകൊണ്ട് വന്നു. എന്നിട്ട് ആ ചേട്ടൻ പറഞ്ഞു, മോനെ, ഞാൻ അന്വേഷിച്ചു, കണ്ടുപിടിച്ചു, ദേവാലയത്തിൽ വെച്ച് എൻ്റെ മോളെ എനിക്ക് തിരിച്ചു കിട്ടി. വളരെ പറഞ്ഞേ ഹല്ലേലൂയാ. ഞാൻ ചേട്ടനോട് ചോദിച്ചു, ചേട്ടൻ എന്താ ചെയ്തേ? അപ്പൊ ചേട്ടൻ പറഞ്ഞു, അന്ന് മോൻ്റെ അടുത്തൊന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ബൈബിൾ വായിക്കാൻ തുടങ്ങി, ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി, അനുദിനം ദേവാലയത്തിൽ പോകാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ചേട്ടൻ അന്വേഷിക്കാൻ തുടങ്ങി. ദേവാലയത്തിൽ അന്വേഷിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ത് പറ്റുന്നറിയാമോ? കുറച്ച് മാസം കഴിഞ്ഞപ്പോൾ ഈ മകൾ സ്നേഹിച്ചിരുന്ന ഈ വ്യക്തിക്ക് ആ രാജ്യം വിട്ടു പോകേണ്ടതായിട്ട് വന്നു. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആ രാജ്യം വിട്ടു പോകേണ്ടതായിട്ട് വന്നു. പിന്നെ ഒരിക്കലും ആ വ്യക്തി തിരിച്ചു വന്നില്ല. ഇന്ന് ആ മകൾ വിവാഹം കഴിച്ച് കുടുംബത്തോട് ചേർന്ന് 2-3 കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് സന്തോഷത്തോടെ ജീവിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയാ. ഈ ചേട്ടൻ അന്വേഷിച്ചു പ്രിയപ്പെട്ടവരെ, കണ്ടെത്തി. ദേവാലയത്തിൽ അന്വേഷിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ദൈവ പൈതലെ, എന്ത് നഷ്ടപ്പെട്ടാലും, അത് പുണ്യങ്ങളായിരിക്കാം, സുഹൃതങ്ങളായിരിക്കാം, വിശുദ്ധിയായിരിക്കാം, പ്രാർത്ഥനയായിരിക്കാം, സ്നേഹമായിരിക്കാം, ഇന്നെന്താണോ നിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടത്, അത് ദേവാലയത്തിൽ നീ അന്വേഷിച്ചാൽ നിനക്ക് കണ്ടെത്താൻ പറ്റും. പറഞ്ഞേ ഹല്ലേലൂയാ. പരിശുദ്ധമ്മ പറഞ്ഞിരിക്കുന്ന 4-ാമത്തെ കാര്യം, അത് എഴുതി വെച്ചിരിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 3-ാമത്തെ വചനത്തിലാണ്. വായിക്കാമോ? യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 3-ാം വചനം വായിക്കാമോ? അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. ബോണി സഹോദര, ഒരു ചെറിയൊരു ഡിസ്പ്ലേ ഇപ്പം നിങ്ങളെ കാണിക്കും. നിത്യസഹായ മാതാവിൻ്റെ ഒരു ഇമേജ് ഇപ്പോൾ കാണിക്കും. നിങ്ങളിത് കണ്ടിട്ടുണ്ടോ? അല്പം ഒന്ന് വലുതാക്കാൻ പറ്റുമായിരിക്കുമോ? നിത്യസഹായ മാതാവിൻ്റെ ഇമേജ്, നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്ന ഇമേജ് അല്ലേ? ഈ ഇമേജിന് 13 പ്രത്യേകതകളുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, കുഴപ്പമില്ല, സാരമില്ല. ഈ ഇമേജിന് 13 പ്രത്യേകതകളുണ്ട്. അതെല്ലാം പറയാൻ സമയമില്ല. 2 പ്രത്യേകത മാത്രം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുക. നിങ്ങൾ ആ ഇമേജിലേക്ക് സൂക്ഷിച്ചു നോക്കണം. മാതാവിൻ്റെ കണ്ണുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. കണ്ണ് എപ്പോഴും തുറന്നാണ് ഇരിക്കുന്നത്.
ആ ചിത്രത്തിൽ കണ്ണുകൾ അല്പം വലിപ്പമുള്ളതായിരിക്കും. എല്ലാ നിത്യസഹായ മാതാവിൻ്റെ ഫോട്ടോയും നിങ്ങൾ നോക്കിക്കോ, ഇങ്ങോട്ട് നോക്കിക്കോ. കണ്ണുകൾ എങ്ങനെ ഇരിക്കണേ? എപ്പോഴും തുറന്നിരിക്കും. അതെന്താണെന്നറിയാമോ അങ്ങനെ ഇരിക്കുന്നേ? ഇങ്ങോട്ട് നോക്കിക്കോ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമ്മ എപ്പോഴും കണ്ണ് തുറന്ന് നിന്റെ ആവശ്യത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ട് ഈശോയോട് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അവർക്ക് വീഞ്ഞില്ല, അവർക്ക് വീഞ്ഞില്ല. അതെ, അവർക്ക് ജോലിയിൽ പ്രശ്നമുണ്ട്, അവർക്ക് സാമ്പത്തിക പ്രശ്നമുണ്ട്. പ്രിയപ്പെട്ടവരെ, അവർക്ക് വീഞ്ഞില്ല, അവർക്ക് വീഞ്ഞില്ല, അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇനി ആ ഇമേജിലോട്ട് ഒന്നുകൂടെ നോക്കിക്കേ. പരിശുദ്ധമ്മയുടെ തല ഒരു സൈഡിലേക്ക് ചെരിഞ്ഞിരിക്കുന്നത് കണ്ടോ? കുറച്ചൊന്ന് കാണിക്കാമുണ്ടോ? ഈ ഉണ്ണീശ്വര അടുക്കലേക്ക് ഇരിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവർ നോക്കിക്കേ, പരിശുദ്ധമ്മയുടെ ചുണ്ടുകൾ എവിടെ ഇരിക്കണം നോക്കിക്കേ? ഈശോയുടെ ചെവിയുടെ തൊട്ടടുത്ത്. ഞാൻ പറയണതല്ല, അതിൻ്റെ എക്സ്പ്ലനേഷൻ ഒഫീഷ്യലായിട്ട് സഭ അതിൻ്റെ ചുറ്റും എഴുതി വെച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണെന്നറിയാമോ പരിശുദ്ധമ്മ തല ചരിച്ചു വെച്ചിരിക്കുന്നത്? നിന്റെ ആവശ്യം എപ്പോഴും ഈശോയോട് പറഞ്ഞുകൊണ്ടിരിക്കുക. ദേ ഈ ആളുടെ വീട്ടിൽ, ദേ ഈ ചേട്ടൻ്റെ വീട്ടിൽ, ദേ ആ ചേച്ചിയുടെ വീട്ടിൽ ഒരു രോഗമുണ്ട്, ദേ അവർക്ക് വീഞ്ഞില്ല. അതുകൊണ്ട് ഈശോയെ എങ്ങനെയെങ്കിലും ഇവന്റെ കയ്യിലിരിക്കുന്ന പച്ചവെള്ളത്തെ ഒന്ന് വീഞ്ഞാക്കി കൊടുക്കണമേ. പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്ന് പച്ചവെള്ളവുമായിട്ടാണ് ഈ ബഥേൽ കൺവെൻഷൻ സെന്ററിലേക്ക് ഈ ദൈവ പൈതൽ കടന്നു വന്നിരിക്കുന്നുണ്ടെങ്കിൽ, തിരിച്ചു പോകുമ്പോൾ ഒരു പുതു വീഞ്ഞുമായിട്ട് നിനക്ക് പോകുവാൻ പരിശുദ്ധ അമ്മ നിനക്ക് വേണ്ടി മധ്യസ്ഥം പറയും. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇങ്ങോട്ട് നോക്കിക്കേ, നമ്മുടെ പ്രാർത്ഥനയും പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥനയും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം എന്നറിയാമോ? നമ്മുടെ പ്രാർത്ഥന എങ്ങനെയെന്നറിയാമോ? എങ്ങനെയാ? കർത്താവേ, എനിക്ക് വീഞ്ഞില്ല, എനിക്ക് വീഞ്ഞില്ല, എനിക്ക് വീഞ്ഞില്ല, എങ്ങനെയെങ്കിലും എൻ്റെ കയ്യിലുള്ള ഈ പച്ചവെള്ളത്തെ ഒന്ന് വീഞ്ഞാക്കി തരണം. എൻ്റെ മോൻ്റെ ജീവിതത്തിൽ വീഞ്ഞില്ല, എൻ്റെ ജീവിത പങ്കാളിക്ക് വീഞ്ഞില്ല, എൻ്റെ കുടുംബത്തിൽ വീഞ്ഞില്ല, എൻ്റെ നാട്ടുകാർക്ക് വീഞ്ഞില്ല. എൻ്റെ വീഞ്ഞ്, എൻ്റെ വീഞ്ഞ്, എൻ്റെ വീഞ്ഞ്, ഇത് മാത്രമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രാർത്ഥന. എന്നാൽ പരിശുദ്ധമ്മയുടെ പ്രാർത്ഥന എങ്ങനെയാണ്? അവർക്ക് വീഞ്ഞില്ല, അവർക്ക് വീഞ്ഞില്ല, അതുകൊണ്ട് അവരുടെ പച്ചവെള്ളത്തെ ഒന്ന് വീഞ്ഞാക്കി മാറ്റണമേ. വലതുരുത്തി പറഞ്ഞാട്ടെ ഹല്ലേലൂയ. കുറച്ച് വർഷം, 2 വർഷം മുന്നേ എൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവം പെട്ടെന്ന് നിങ്ങളോട് പറയാം. എൻ്റെ മോളുടെ ഒരു പേപ്പർ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് അത്യാവശ്യമായിട്ടൊരു കാര്യം ഞങ്ങൾക്ക് ചെയ്തു തീർക്കണം. ഞങ്ങൾക്കൊരു അപ്പോയിൻമെൻറ്റ് കിട്ടി ഇവിടെ ഒരു ഓഫീസിൽ. ഞാനും ഇവിടെയുള്ള ഫുൾ ടൈമർ സിസ്റ്റർ മീനയും ബഹുമാനപ്പെട്ട തോമസ് ബ്രദറും കൂടെ ഞങ്ങൾ ലിവർപൂളിൽ ഒരു ഓഫീസിലേക്ക് പോയപ്പോൾ പെട്ടെന്നൊരു ഇൻഫർമേഷൻ കിട്ടി. ആ ഓഫീസിലുള്ള ജീവനക്കാരും പണിമുടക്കാണ്. ഒരു അനിശ്ചിതകാല സ്ട്രൈക്കിലേക്ക് പ്രവേശിച്ചു. എനിക്കാണെങ്കിൽ ആ പേപ്പർ വർക്ക് ഞങ്ങൾക്ക് 1 മാസത്തിന് കിട്ടിയേ പറ്റൂ. പ്രിയപ്പെട്ടവരെ, ഒരു 5 മിനിറ്റ് ശേഷം ഞങ്ങളുടെ ഫോൺ ശബ്ദിച്ചു. ഫോൺ എടുത്തപ്പോൾ ലൂർദ് മാതാവിൻ്റെ ഗ്രോട്ടോയിൽ നിന്നും ഇവിടെ തന്നെ ഫുൾ ടൈമർ ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട സിൽബി സഹോദരിയും എൻ്റെ തന്നെ കസിനായിരിക്കുന്ന സിബിച്ചനും ഫാമിലിയും വിളിക്കുക. എന്നിട്ട് അവർ ആ വീഡിയോ ഓണാക്കിയിട്ട് ലൂർദ് മാതാവിനെ കാണിച്ചിട്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് ഇതിൻ്റെ ഒരു നിയോഗമുണ്ട്, ഞങ്ങളുടെ ഓഫീസ് ഇന്ന് ക്ലോസ്ഡ് ആണ്, ഞങ്ങൾക്ക് ഈ പേപ്പർ വർക്ക് ഈ മാസം കിട്ടേണ്ടതാണ്. അവർ പറഞ്ഞു, നിങ്ങൾ ധൈര്യമായിട്ട് പൊക്കോ, പരിശുദ്ധമ്മ നിങ്ങളുടെ മുമ്പിൽ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ ലിവർപൂൾ ഓഫീസിലെത്തി. ചെന്നപ്പത്തിന് അവർ ചോദിച്ചു, എന്തിനാ വന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു, ഇന്ന പോലെ ഒരു പേപ്പർ സബ്മിറ്റിന്. അപ്പോൾ അവരോട് ചോദിച്ചു, പേപ്പറൊന്നും വായിക്കാറില്ലേ, TV കാണാറില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഉണ്ട്, ഇന്ന് സ്ട്രൈക്കാ, ഇന്ന് മുതൽ അനിശ്ചിതകാല സമരമാണെന്ന് പറഞ്ഞു. അപ്പം ഞാനും സിസ്റ്ററും ആ ഓഫീസിന് മുമ്പിൽ ഇങ്ങനെ നിൽക്കുക. പ്രിയപ്പെട്ടവരെ, കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ചേട്ടനിങ്ങനെ ഇറങ്ങി വന്നു, ഒരു ഐറിഷ് ചേട്ടനാണ്. ഐറിഷുകാർക്ക് ഈ സിസ്റ്റേഴ്സിനെ കുറച്ച് കാത്തലിക്സ് ആണല്ലോ. അപ്പം സിസ്റ്ററിനോട് ചോദിച്ചു, സിസ്റ്റർ എന്താ? അപ്പം സിസ്റ്റർ പറഞ്ഞു, ഇതുപോലൊരു കാര്യമാണ്, ഇത് വളരെ അത്യാവശ്യമായിട്ട് നടക്കേണ്ടതാണ്. അപ്പം ആ ചേട്ടൻ പറഞ്ഞു, അവിടുത്തെ വാച്ച്മാനാണ്, വെയിറ്റ് ചെയ്യ്, ഞാനിപ്പോൾ അകത്ത് പോയി ചോദിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, വിതിൻ 2 മിനിറ്റ്സ് ഈ ചേട്ടൻ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, സിസ്റ്റർ എൻ്റെ കൂടെ വരാൻ പറഞ്ഞു. ഞാൻ ആ ഫയൽ എടുത്ത് സിസ്റ്ററിലേക്ക് കൊടുത്തു. സിസ്റ്റർ അകത്തേക്ക് കയറിപ്പോയി. ഒരു ലേഡി അകത്തുനിന്ന് ഇറങ്ങി വന്നു. പ്രിയപ്പെട്ടവരെ, എൻ്റെ അടുക്കലേക്ക് നടന്നു വന്നു സിസ്റ്ററിനെയും കൂട്ടിക്കൊണ്ട്. എന്നിട്ട് പറഞ്ഞു, ഞാനാണ് നിങ്ങളുടെ കേസ് വർക്കർ. നോക്കിക്കേ പ്രിയപ്പെട്ടവരെ, ഞാനാണ് നിങ്ങളുടെ കേസ് വർക്കർ. എന്താണ് സബ്മിറ്റ് ചെയ്യാനുള്ളത്? ഡോക്യുമെന്റ്സ് എല്ലാം കൊടുത്തു. ധൈര്യമായിട്ട് പൊക്കോ, ഒരാഴ്ചക്കുള്ളിൽ പേപ്പറുകളെല്ലാം റെഡി ആവുമെന്ന് പറഞ്ഞു. പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അവർക്ക് വീഞ്ഞില്ല എന്ന് ഒരു കുടുംബം ഞങ്ങൾക്ക് വേണ്ടി നിലവിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങളുടെ കയ്യിലുള്ള പച്ചവെള്ളത്തെ വീഞ്ഞാക്കി, ഒരു പുതു വീഞ്ഞാക്കി ഞങ്ങളുടെ കയ്യിലേക്ക് ഈശോ തന്നു. പറഞ്ഞേ ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയെ പോലെ നമുക്കും പ്രാർത്ഥിക്കാൻ പറ്റണം പ്രിയപ്പെട്ടവരെ. അവർക്ക് വീഞ്ഞില്ല, അവരുടെ കയ്യിലുള്ള പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മാറ്റണമേ. അവസാനമായിട്ട് പരിശുദ്ധമ്മ പറഞ്ഞു എന്ന് ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 5-ാമത്തെ വചനമാണ്. ഒന്ന് വായിക്കാമോ? അവിടെ എന്നാ പറഞ്ഞിരിക്കുന്നത്? യോഹന്നാൻ 3:5. അവൻ പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്യുവൻ. ഇനി ഇങ്ങോട്ട് നോക്കിയാൽ മതി, നമുക്ക് പശ്ചാത്തലം അറിയാം അല്ലേ? വീഞ്ഞു തീർന്നിരിക്കുകയാണ്, ഒരു തുള്ളി വീഞ്ഞു പോലുമില്ല. അപ്പം നാച്ചുറലി ഈശോ എന്താണ് പറയേണ്ടത്? വീഞ്ഞ് സാധാരണ എവിടെ ഒഴിച്ചു വെക്കുന്നേ? വീഞ്ഞ് എവിടെ ഒഴിച്ചു വെക്കുന്നേ? നമുക്കറിയാവുന്ന ആകെ വൈൻ ഗ്ലാസ്സിലാന്ന് മാത്രമല്ല അല്ലേ? അതല്ല, വീഞ്ഞ് സൂക്ഷിച്ചു വെക്കുന്നത് തോൽക്കുടങ്ങളിലാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നുണ്ട് പ്രിയപ്പെട്ടവർ, 9-ാമത്തെ അധ്യായം 17-ാം വചനം പറയുന്നുണ്ട്, പുതുവീഞ്ഞ് പുതിയ തോൽക്കുടങ്ങളിൽ ഒഴിച്ചു വെക്കണം, പഴയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങളിൽ ഒഴിച്ചു വെക്കണമെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട ഇങ്ങോട്ട് നോക്കിക്കേ. അപ്പം നാച്ചുറലി ഈശോ പറയേണ്ടത് പോയി ആ തോൽക്കുടങ്ങൾ എടുത്തുകൊണ്ട് വരാനാണ് പറയേണ്ടത് അല്ലേ? പക്ഷെ അതിന് പകരം ഈശോ എന്താ പറഞ്ഞത്? കൈയും കാലും കഴുകുന്ന വെള്ളം ഒഴിച്ചു വെക്കുന്ന കൽഭരണികളിൽ
വെള്ളം നിറയ്ക്കുവിൻ. അത് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ പകർന്ന് കലവറക്കാരന് കൊണ്ട് കൊടുക്കുക. പ്രിയപ്പെട്ടവരെ നോക്കിക്കേ, ഒരുപക്ഷെ എന്നോടും നിങ്ങളോടും ഇന്ന് ഈശോ പറയുന്ന കാര്യങ്ങൾ കുറച്ച് വ്യത്യസ്തമായിട്ടായിരിക്കും. ഒരുപക്ഷെ വ്യത്യസ്ത രീതിയിലുള്ള ഒരു ജീവിത സാഹചര്യത്തിലൂടെ ആയിരിക്കും ദൈവം നമ്മളെ കടത്തിവിടുക. വളരെ പ്രതീക്ഷയുടെയൊക്കെ UK യിലെത്തി, പക്ഷെ ഇന്നിപ്പോൾ വർക്ക് പെർമിറ്റ് ഇല്ല, ഇന്നിപ്പോൾ COS ഇല്ല, ഇന്നിപ്പോൾ ഇതാ ഡിസ്മിസ് ചെയ്തിരിക്കുന്നു, സസ്പെൻഡ് ചെയ്തിരിക്കുന്നു, ജോലി കിട്ടുന്നില്ല, സാമ്പത്തികമായിട്ട് വലിയ ടൈറ്റ് ആയിരിക്കുന്നു, നാട്ടിൽ നിന്ന് 10-15 ലക്ഷം രൂപ കടം വാങ്ങിച്ചു വന്നതാ. വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങളിലൂടെ ദൈവം നമ്മളെ കടത്തിവിടുമ്പോൾ ഓർക്കുക എൻ്റെ പ്രിയപ്പെട്ട ദൈവപൈതലേ, അവൻ പറയുന്നത് നിങ്ങൾ ചെയ്യണം. ഒരൊറ്റ സംഭവം മാത്രം. 2 രാജാക്കന്മാർ 5-ാം അധ്യായം. സിറിയ എന്ന് പറയുന്ന സ്ഥലത്ത് നാമാൻ എന്ന് പറയുന്ന ഒരു കുഷ്ഠരോഗി ഉണ്ടായിരുന്നു. ഈ കുഷ്ഠരോഗിയോട് ആരാണ്ട് പറഞ്ഞു കൊടുത്തു, അവിടെ പോയി അവിടെ ഒരു പ്രവാചകനുണ്ട്, ആ പ്രവാചകനെ പോയി കണ്ടു കഴിഞ്ഞാൽ നിന്റെ രോഗം സുഖമാവുമെന്ന് പറഞ്ഞു. അങ്ങനെ നാമാൻ ഈ പ്രവാചകന്റെ അടുത്തെത്തി. എലീഷ പ്രവാചകനാകട്ടോ. അപ്പം നാമാൻ വിചാരിച്ചത് ഇങ്ങനെയാണ്, ഞാൻ ചെല്ലുമ്പോഴേ എലീഷ പ്രവാചകൻ വന്നിട്ട് എൻ്റെ തലയെ തൊട്ടിട്ട് പറയും നിന്റെ കുഷ്ഠം മാറട്ടെ, ഉടനെ കുഷ്ഠം മാറും. പക്ഷേ എലീഷ ഒരു കാര്യം പറഞ്ഞു, നീ പോയി ആ കാണുന്ന ജോർദാൻ നദിയിൽ പോയി 7 പ്രാവശ്യം മുങ്ങിക്കുളിക്കാൻ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, കുഷ്ഠരോഗവും ജോർദാൻ നദിയിലെ വെള്ളവുമായിട്ട് വല്ല ബന്ധമുണ്ടോ? ഒരു ബന്ധവുമില്ല. പ്രിയപ്പെട്ടവരെ, ഈ നാമാൻ അവിടെ പോയി 7 പ്രാവശ്യം മുങ്ങിക്കുളിച്ചു, അവൻ്റെ കുഷ്ഠരോഗം പൂർണ്ണമായിട്ട് മാറി. പറഞ്ഞേ ഹല്ലേലൂയ. വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം ചിലപ്പോൾ നിന്നോട് ആവശ്യപ്പെടും. വ്യത്യസ്തമായ ജീവിത രീതിയിലുള്ള ഒരു ജീവിത പങ്കാളിയെ ചിലപ്പം ദൈവം നിനക്ക് തരും. പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിച്ചോണം, ദൈവം പറഞ്ഞത് നീ ചെയ്യുമ്പോൾ അത് നിന്റെ ജീവിതത്തിൽ അനുഗ്രഹമായിട്ട് മാറും. പെട്ടെന്നൊരു ടെസ്റ്റ് മണി കൂടെ പറഞ്ഞിട്ട് ക്ലോസ് ചെയ്യാണ്. ഒരു 2-3 മാസം മുന്നേ ഒരു ശുശ്രൂഷയ്ക്കായിട്ട് ബെൽഫാസ്റ്റിലേക്ക് പോകാനായിട്ട് ഈശോ പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് പരിശുദ്ധാത്മാവ് ഒരു ബോധ്യം തന്നു, ജപമാല നിർത്താതെ ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ ജപമാല നിർത്താതെ ചൊല്ലി പ്രാർത്ഥിച്ച് ശുശ്രൂഷയെല്ലാം പൂർത്തിയാക്കി ഞാനും ബഹുമാനപ്പെട്ട കുരുവിള സഹോദരനും നോബൽ ബ്രദറും കൂടെ ബെൽഫാസ്റ്റിൽ നിന്ന് ബർമിംഗ്ഹാമിൽ വന്ന് ലാൻഡ് ചെയ്യാൻ പോവുക. പ്രിയപ്പെട്ടവരെ, വളരെ പ്രതികൂലമായ കാലാവസ്ഥയാണ്, ഫ്ലൈറ്റ് ഇങ്ങനെ ആടി ഒലയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പേടിച്ചിരിക്കുക. പ്രിയപ്പെട്ടവരെ, പെട്ടെന്ന് ജപമാലകൾ കരങ്ങളിലെടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു വലിയ ശബ്ദത്തോടെ ഈ ഫ്ലൈറ്റ് താഴെ വന്ന് ഇടിക്കുന്നത് ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്. പ്രിയപ്പെട്ടവർ, ഒരു ക്രാഷ് ലാൻഡിംഗ് ആയിരുന്നു. അത് ലാൻഡ് ചെയ്ത് വിതിൻ 1 മിനിറ്റിൽ ഈ ഫ്ലൈറ്റ് അതേപടി കുത്തനെ മേളിലേക്ക് പൊങ്ങി. എപ്പോഴെങ്കിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ? എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. ഒരു വലിയ ക്രാഷ് ലാൻഡിങ്ങിൽ നിന്നും ആ ഫ്ലൈറ്റ് നേരെ കുത്തനെ മേളിലേക്ക് പോവുക. ഈ ജപമാല കരങ്ങളിലെടുക്കാൻ പറഞ്ഞു. പെട്ടെന്ന് നോബൽ ബ്രദറും കുരുവിള സഹോദരനൊക്കെ ഇരിപ്പുണ്ട്. ജപമാല കരങ്ങളിലെടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ പ്രിയപ്പെട്ടവരെ, ആ കോക്പിറ്റിന്റെ മുമ്പിൽ ലൂർദ് മാതാവ് നിൽക്കുന്ന വലിയൊരു ദർശനം കാണാൻ തക്കവണ്ണം കണ്ണുകളെ ദൈവമായ കർത്താവ് തുറന്ന് പറഞ്ഞു ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയുടെ വലിയ ഇടപെടൽ അവിടെ ഉണ്ടായി. 15 മിനിറ്റ് പറന്നിട്ട് തിരിച്ച് വിമാനം ലാൻഡ് ചെയ്തു. പിറ്റേ ദിവസം എൻ്റെ ഇടവക പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുക. അപ്പം എൻ്റെ മനസ്സിലേക്ക് ഒരു അവിശ്വാസം, ശരിക്കും അത് അത്ഭുതം തന്നെയായിരുന്നോ? അപ്പം ഞങ്ങളുടെ സെമിത്തേരിയുടെ നടുക്കൊരു മാതാവിൻ്റെ വലിയ സ്റ്റാച്ചു ഉണ്ട്. അപ്പോൾ ഈ മാതാവിൻ്റെ സ്റ്റാച്ചുവിന് മുമ്പിൽ പോയി ഒന്ന് പ്രാർത്ഥിക്കുക. പെട്ടെന്ന് പരിശുദ്ധമ്മ പറഞ്ഞു മേളിലേക്ക് നോക്കാൻ പറഞ്ഞു. ഞാൻ മേളിലേക്ക് നോക്കിയപ്പോൾ ഞാൻ ഇന്നലെ വന്ന എയർ ലിങ്കസിന്റെ ആ ഫ്ലൈറ്റ് എൻ്റെ തലയ്ക്ക് മേളിലൂടെ പറന്നു പോവുക. പറഞ്ഞേ ഹല്ലേലൂയ. എത്ര വലിയ കൺഫർമേഷനാണ് പരിശുദ്ധമ്മ തന്നു നോക്കിയേ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് അവൻ പറഞ്ഞത് നിങ്ങൾ ചെയ്യാൻ പറഞ്ഞു. എന്നോട് പറഞ്ഞു ജപമാല ചൊല്ലാൻ പറഞ്ഞു. നിർത്താതെ ജപമാല ചൊല്ലിയപ്പോൾ പരിശുദ്ധമ്മയുടെ വലിയ മാധ്യസ്ഥം, വലിയ സംരക്ഷണം ഞങ്ങൾക്ക് ലഭിച്ചു. എഴുന്നേറ്റ് നിൽക്കാം പ്രിയപ്പെട്ടവരെ. പരിശുദ്ധ അമ്മ പറഞ്ഞ 5 കാര്യങ്ങൾ നമ്മൾ കണ്ടു അല്ലേ? ഇതെങ്ങനെ സംഭവിക്കും? ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ. നിങ്ങൾ ഉത്കണ്ഠയോടെ അന്വേഷിക്കണം. 4-മതായിട്ട് അവർക്ക് വീഞ്ഞില്ല. 5-മതായിട്ട് അവൻ പറഞ്ഞത് നിങ്ങൾ ചെയ്യുവിൻ. കണ്ണുകളടയ്ക്കാം. 2 കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്താം പ്രിയപ്പെട്ടവരെ. 2 കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തുക. ഇന്ന് പരിശുദ്ധ അമ്മ അനേകം പേരുടെ ജീവിതങ്ങളിൽ ഇടപെടുന്ന സമയമാണ്. പരിശുദ്ധ അമ്മ പ്രിയപ്പെട്ടവരെ ദൈവകൃപ നിറഞ്ഞവളാണ്. ആ ദൈവകൃപയുടെ മേലങ്കിയാണ് അവൾ ധരിച്ചിരിക്കുക. നമുക്കറിയാം, നമ്മുടെ ആദിമ മാതാപിതാക്കന്മാർക്കും ഈ കൃപയുടെ മേലങ്കി ഉണ്ടായിരുന്നു. പക്ഷെ പാപം ചെയ്തപ്പോൾ ആ കൃപയുടെ മേലങ്കി നഷ്ടപ്പെട്ടു. അപ്പോഴാണ് തങ്ങൾ നഗ്നരാണെന്ന് അവർ തിരിച്ചറിഞ്ഞത്. പ്രിയപ്പെട്ടവരെ, കൃപയുടെ മേലങ്കി നഷ്ടപ്പെടുത്തരുത്. ആ ദൈവകൃപയിൽ നിറയാൻ, ആ കൃപയുടെ മേലങ്കിയാൽ പൊതിയപ്പെടാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. 2 കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ജീവിതത്തിലെ എല്ലാ നിയോഗങ്ങളും ഒരിക്കൽ കൂടി സമർപ്പിച്ച് നമ്മളൊന്ന് പ്രാർത്ഥിക്കുക. ഇന്ന് ബഹുമാനപ്പെട്ട അച്ഛൻ രാവിലെ പറഞ്ഞില്ലേ, ചങ്കുപൊട്ടി ഒന്ന് പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു നിയോഗം പോലും എൻ്റെ പ്രിയപ്പെട്ട ദൈവപൈതലേ പാഴാകില്ല. ഏത് നിയോഗമാണോ നീ ഇന്ന് പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് കൊടുക്കുക, അത് പരിശുദ്ധ അമ്മ ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കുന്ന സമയമാണ്. 2 കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി. ഇപ്പോൾ ഓൺലൈനിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരും നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിൽ 2 കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നിങ്ങളുടെ നിയോഗത്തെ കൊടുത്ത് കണ്ണുനീരോടെ ചങ്കുപൊട്ടി ഒന്ന് പ്രാർത്ഥിച്ചേ. നിയോഗങ്ങൾ ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്ത് ആ ഈശോയുടെ നാമം ഒന്ന് വിളിച്ചേ. ഈശോയേ, ഈശോയേ, എല്ലാവരും ചേർന്ന് ഈശോയേ, ഈശോയേ, ഈശോയേ,
കർത്താവേ, ആ കൃപയുടെ മേലെങ്കിൽ എന്നെ പൊതിയണമേ എന്ന് ആഗ്രഹിച്ച് നിയോഗങ്ങളെ സമർപ്പിച്ച് ഒരു 10 പേര് കേൾക്കുമെന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അസാധ്യമായതിനെ സാധ്യമാക്കുന്ന ദൈവത്തിന്റെ മുമ്പിലാണ് നമ്മൾ പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ പ്രാർത്ഥിക്കണം. ഇത് അനുഗ്രഹത്തിന്റെ സമയമാണ്, ഇത് അഭിഷേകത്തിന്റെ സമയമാണ്, ഇത് വിടുതലിന്റെ സമയമാണ്, തലമുറകൾ അനുഗ്രഹിക്കപ്പെടുന്ന സമയമാണ്. ചങ്കുപൊട്ടി കണ്ണുനീരോടെ പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. തിരുക്കച്ചയാൽ പൊതിയേണമേ. ചേർന്ന് പാടിക്കേ. തിരുക്കച്ചയാൽ പൊതിയേണമേ, മാതൃസ്നേഹത്തിൻ നറുമണമെന്നിൽ തൂകേണമേ. അമ്മേ തൂകേണമേ. ഒരിക്കൽ കൂടി അമ്മേ, അമ്മേ. ദാഹത്തോടെ ആഗ്രഹത്തോടെ കണ്ണുനീരോടെ തിരുക്കച്ചയാണമേ, മാതൃസ്നേഹത്തിൻ നറുമണമെന്നിൽ തൂകേണമേ. അമ്മേ തൂകേണമേ, തൂകേണമേ. അമ്മേ തൂകേണമേ. ഈശോമിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ അർഹരാകുവാൻ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട ശുഭപ്രത്തറിലൂടെ ഈശോ നമ്മളോട് സംസാരിച്ച പരിശുദ്ധ അമ്മയുടെ വചനങ്ങൾ ഈ കാലഘട്ടത്തിൻ്റെ തന്നെ വചനങ്ങളാണ്. നമുക്കറിയാം, വിശുദ്ധ അഗസ്തീനോസ് പരിശുദ്ധ അമ്മയെക്കുറിച്ച് പ്രകാരമാണ് പറഞ്ഞത്. ദൈവത്തിന് ഇതിനേക്കാളും നല്ല ഒരു പ്രപഞ്ചം സൃഷ്ടിക്കുവാനായിട്ട് സാധിക്കും. ചിലപ്പോൾ ഇതിനേക്കാളും തെളിച്ചമുള്ള സൂര്യനെ സൃഷ്ടിക്കുവാനായിട്ട് സാധിക്കും. പക്ഷേ ഇതിനേക്കാളും കൃപ നിറഞ്ഞ ഒരു സ്ത്രീയെ, ഒരു മനുഷ്യത്വത്തെ സൃഷ്ടിക്കുവാനായിട്ട് ചിലപ്പോൾ സാധിക്കത്തില്ല. കാരണം കൃപ നിറഞ്ഞവളായിരുന്നു പരിശുദ്ധ അമ്മ. ആ പരിശുദ്ധമ്മയുടെ മധ്യസ്ഥ അപേക്ഷിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. ഇരിക്കാം. നിങ്ങൾ ക്ഷീണിച്ചോ? ക്ഷീണിച്ചെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇത് ആദ്യം വന്നവർക്ക് മാത്രമേ ക്ഷീണം ഉണ്ടാകാൻ പാടുള്ളൂ. ബാക്കിയുള്ള എല്ലാവർക്കും നമുക്കറിയാം ഇന്നത്തെ ദിവസം ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ദിവസമാണ്. നമ്മൾ ഉപവസിച്ച് എല്ലാവരും പ്രാർത്ഥിച്ച് ഒരുങ്ങുന്ന ദിവസമാണ്. കർത്താവിൻ്റെ വലിയ കരുണ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട് നമ്മൾ നിരന്തരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പ്രാർത്ഥിക്കുന്ന ദിവസമാണ്. പലതരം ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയ. 1-2 പേരുടെ സാക്ഷ്യങ്ങളോട് നമ്മൾ ശ്രമിക്കാം. അതിനെ തുടർന്ന് ഇനി ഒരു വചന ശുശ്രൂഷയും കൂടെയുണ്ട്. അതിനുശേഷമാണ് നമുക്ക് ആരാധന. ഒരു സഹോദരൻ്റെ സാക്ഷ്യ ശുശ്രൂഷ നമുക്കിപ്പോൾ ശ്രമിക്കാം. എൻ്റെ പേര് ടെഡി. ഞാൻ ബ്രിസ്റ്റോളിൽ നിന്ന് വരുന്നു. ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ ഇവിടെ UK വന്നതിന് ശേഷം, ഞാൻ അതിന് മുമ്പ് ഫാർമസിസ്റ്റായിട്ട് ദുബായിൽ ജോലി ചെയ്യുകയായിരുന്നു. പക്ഷേ ഞാൻ ഇവിടെ വന്നിട്ട് എനിക്കൊരു കോഴ്സ് പാസ്സായതിനു ശേഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതിലേക്ക് കടക്കാൻ പറ്റുള്ളായിരുന്നു. അതിവിടെ ഓസ്പാപ്പ് എന്ന് പറയുന്ന പ്രോഗ്രാമാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനത് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തൊട്ട് എനിക്കൊരു മനസ്സമാധാനമില്ലായിരുന്നു. എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടുകളായിരുന്നു. എനിക്ക് പഠിക്കാനും കോൺസെൻട്രേറ്റ് ചെയ്യാനും ഒക്കെ വളരെ പാടായിരുന്നു. ഞാൻ ആദ്യം പരാജയപ്പെട്ടു. എനിക്ക് എൻ്റെ കൂട്ടുകാർക്കെല്ലാം വീണ്ടും ഒരു അറ്റംപ്റ്റ് കിട്ടിയപ്പോൾ എനിക്ക് അറ്റംപ്റ്റ് ഒന്നും ലഭിച്ചില്ല. കാര്യം ഞാൻ 2 പേപ്പർ പാസ്സാണ്, 2 ഞാൻ ഫെയിലായി. വീണ്ടും എന്നോട് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വീണ്ടും റിപ്പീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. 1 കൊല്ലം കൂടെ ഞാൻ വീണ്ടും പഠിക്കാനായിട്ട് എല്ലാം പ്രിപ്പയർ ആയിപ്പോയി. ഞാൻ ഇവിടെ വന്ന് അതിനുശേഷം ഞാൻ ഇവിടെ വരികയും കൂടുതലായിട്ട് വചന ശുശ്രൂഷയിലൊക്കെ പങ്കെടുക്കുകയും കുറേയേറെ ധൈര്യം സംഭരിക്കുകയും പല വചനങ്ങൾ ഏറ്റു പറഞ്ഞ് ഞാൻ മുൻപോട്ട് പോവുകയും ചെയ്തു. പക്ഷേ വീണ്ടും ഞാൻ പരീക്ഷയെ അഭിമുഖീകരിച്ചപ്പോൾ ഞാൻ 2 എഴുതിയെങ്കിലും എനിക്ക് വളരെയധികം ടെൻഷനായിരുന്നു. കാര്യം എനിക്ക് വളരെയധികം പാടായിരുന്നു എക്സാം. ഞാൻ വീണ്ടും വളരെയധികം നിരാശനായി. ഞാനിവിടെ വന്ന് വീണ്ടും സ്പിരിച്വൽ ഷെയറിങ്ങിൽ അതെല്ലാം പറയുകയും, അപ്പോൾ എന്നോട് ബ്രദർ ഞാൻ ഇത് പാസ്സാകുമെന്ന് പറയുകയും ചെയ്തു. അപ്പോൾ പക്ഷേ എനിക്ക് വീണ്ടും 1 പേപ്പർ എനിക്ക് ലഭിച്ചുള്ളൂ. അതിലൊരു പേപ്പർ ഞാൻ വീണ്ടും പോയി. രണ്ടാമത് എനിക്ക് ഒരു അറ്റംപ്റ്റൂടെ, ഞാൻ 1 പേപ്പർ പാസ്സായതുകൊണ്ട് എനിക്ക് ഒരു അറ്റംപ്റ്റൂടെ ലഭിച്ചു. പക്ഷേ ആ പേപ്പർ രണ്ടാമത്തെ അറ്റംപ്റ്റിൽ ഞാൻ ഫെയിലായി. പിന്നീട് ഞാൻ വളരെയധികം ധർമ്മസംഘത്തിലായ. കാര്യം 2 അറ്റംപ്റ്റ് ഒരു യൂണിവേഴ്സിറ്റി കൊടുക്കാൻ പറ്റത്തുള്ളൂ, എനിക്ക് വേറെ ഒരു അറ്റംപ്റ്റ് ഇല്ല. അപ്പം ആ സമയത്തൊരു സംഭവം നടന്നായിരുന്നു. എൻ്റെ മോൾക്ക് ചെറിയൊരു പനി വരികയും അവൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും ചെയ്തു. അപ്പം ഞാൻ അതിൻ്റെ ഒരു ഡിസ്ചാർജ് ലെറ്റർ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പം
നമുക്ക് ഇങ്ങനെ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് എന്തെങ്കിലും അസാധാരണമായിട്ട് സംഭവിച്ചാൽ പരീക്ഷയുടെ സമയത്ത് നമുക്കത് എക്സെപ്ഷണൽ സർക്കംസ്റ്റാൻസ് എന്ന് പറഞ്ഞ് യൂണിവേഴ്സിറ്റി അപ്ലൈ ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട്. അപ്പോൾ എനിക്ക് എക്സാം ബോർഡിനോട് അത് അവതരിപ്പിക്കണമായിരുന്നു. ഞാൻ എൻ്റെ സങ്കടങ്ങളെല്ലാം എഴുതി അവർക്ക് സബ്മിറ്റ് ചെയ്തു. അവർക്ക് എൻ്റെ അവസ്ഥ മനസ്സിലായപ്പോൾ സാധാരണ രീതിയിൽ അത് നമ്മൾ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ അത് നമുക്ക് അവർ സമ്മതിക്കില്ല. പക്ഷേ പരീക്ഷ എഴുതുന്നതിന് മുമ്പേ നമ്മൾ അവരോട് പറഞ്ഞ് അതിനെക്കുറിച്ച് പറഞ്ഞെങ്കിൽ മാത്രമേ അവരത് കൺസിഡർ ചെയ്ത് നമുക്ക് അത് വീണ്ടും ഇത് ചെയ്യാൻ സമ്മതിക്കത്തുള്ളൂ. പക്ഷേ ഞാൻ പരീക്ഷ എഴുതിയത് കാരണം എനിക്കത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. പക്ഷേ ഞാൻ ആ എഴുതിയത് ഞാൻ വീണ്ടും അവരോട് പറഞ്ഞപ്പോൾ അവരത് മനസ്സിലാക്കുകയും എനിക്ക് വീണ്ടും ഒന്നുകൂടെ എഴുതാനുള്ള ഒരു അറ്റംപ്റ്റ് തന്നു. പക്ഷേ ഈ പ്രാവശ്യം എനിക്ക് രണ്ട് പേപ്പറും ഒറ്റ അറ്റംപ്റ്റിൽ തന്നെ ജൂണിന് മുമ്പേ എഴുതിയെടുക്കണമായിരുന്നു. അപ്പോൾ ഞാൻ വീണ്ടും ഇവിടെ വരികയും ജോസ് ബ്രദറിനോട് എൻ്റെ കാര്യങ്ങളെല്ലാം പറയുകയും ബ്രദർ എനിക്ക് വേണ്ടി തലയിൽ വെച്ച് കൈവച്ച് പ്രാർത്ഥിക്കുകയും എന്നോട് പറഞ്ഞു ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക, ഈ പ്രാവശ്യം നടക്കും. എന്നോട് പറഞ്ഞു ഈശോ നിനക്ക് വേണ്ടി പ്രാവശ്യം ഇടപെടും, നീ ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞ് ഞാൻ മുന്നോട്ട് ഞാൻ സധൈര്യം ഈ പ്രാവശ്യം എഴുതുകയും 2 പേപ്പറും എനിക്ക് പാസ്സാകാൻ ഈ പ്രാവശ്യം സാധിക്കുകയും ചെയ്തു. അതുകൊണ്ട് എനിക്ക് എൻ്റെ ഫൗണ്ടേഷൻ ട്രെയിനിലേക്ക് ഈ പ്രാവശ്യം കടക്കാൻ പറ്റും. അതുകൊണ്ട് എനിക്ക് വീണ്ടും എനിക്ക് ഈ പ്രാവശ്യം എല്ലാം പാസ്സായി. എനിക്ക് ദൈവം എന്നെ അനുഗ്രഹിച്ചു. അതിന് ഞാൻ ഒത്തിരിയധികം നന്ദി ഈശോയ്ക്ക് പറയുന്നു. ഇതാണ് എൻ്റെ ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയ. എത്ര പ്രാവശ്യം അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു? ഇതിപ്പോൾ എൻ്റെ 3ാമത്തെ അറ്റംപ്റ്റിലാണ് ഞാൻ പാസ്സായത്. കർത്താവിന് നന്ദി പറയും. കരങ്ങളടിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കുക.